ഞാൻ അടുത്തേക്ക് വന്നു. കാലിൽ നിന്ന് ചെരുപ്പ് വരുന്നതിന് മുമ്പ് കാഴ്ച വസ്തുക്കളെല്ലാം കയ്യിലെടുത്തു. ഇനിയൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ വെളിയിൽ അർപ്പിക്കുകയാണ്. എല്ലാം നേരത്തെ തന്നെ ഒരുക്കി എടുത്തുകൊണ്ട് വന്നു. വാതുക്ക വന്ന് ഈശോ വാതുക്ക തന്നെ നീക്കുക. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ പറഞ്ഞു തന്നതുപോലെ തന്നെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇത്രയും സമയം എന്നെയും കാത്ത് ഈ ദിവസങ്ങളെല്ലാം ഈ മണിക്കൂറുകളിലെല്ലാം ഈ വാതുക്കൽ എന്നെയും കാത്തിരുന്നതിന് ഒത്തിരി നന്ദി കേട്ടോ. ആദ്യം നന്ദി പറയുക. ഇത്രയും സമയം നോക്കിയിരുന്ന ഈശോയ്ക്ക് നന്ദി പറയുക. എന്നിട്ട് സാമാന്യ മര്യാദയ്ക്ക് നിനക്ക് അല്പമെങ്കിലും ബഹുമാനമുള്ള ഒരാളെ കാണുകയാണ്, നീ ഒന്ന് ശിരസ്സ് കുനിക്കും, തലയൊന്ന് കുനിച്ചിട്ടാ കടന്നു പോവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വാതുക്ക നിന്നെ നോക്കി നിൽക്കുമല്ലേ. അപ്പോൾ പള്ളിക്ക് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ആ മുറ്റത്ത് നിന്ന് തന്നെ, ആ പടിക്ക് താഴെ നിന്ന് തന്നെ നിനക്കൊന്ന് ശിരസ്സ് കുനിച്ചുകൂടെ? തലയൊന്ന് കുനിച്ച് വണങ്ങിയിട്ട് കയറി വന്നുകൂടെ? എന്നെ നീ ബഹുമാനിക്കുന്നു എന്ന് അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് നിന്നെ സ്വീകരിക്കാൻ തോന്നുമെങ്കിലും ചെയ്യും. എന്നിട്ട് കയറി വന്ന് എന്നോട് പറയുക, ഈശോയെ ഇത്രയും സമയം നീ എന്നെ കണ്ടു എന്നെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ നീ തല കുനിച്ചത്. നീ കണ്ടു, കയറി വന്നിട്ട് നീ എന്നോട് പറയുക, ഈശോയെ ഇത്രയും സമയം എന്നെയും കാത്ത് ഈ വാതുക്കൽ നിന്നതിന് ഒത്തിരി നന്ദി. എനിക്ക് സന്തോഷമാണ് നന്ദി പറയുന്നത് കേൾക്കുമ്പോൾ. വേണ്ട വിധത്തിൽ നന്ദി പറയാൻ നിനക്കറിയത്തില്ല എങ്കിലും ഇത്രയെങ്കിലും പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. എന്നിട്ട് പറയുക എന്തിനു വന്നതാണെന്ന്. ഈശോയെ എനിക്കൊരു ബലി അർപ്പിക്കാനുണ്ട്, ഞാൻ ബലി അർപ്പിക്കാൻ വന്നതാ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നീ ബലി അർപ്പിക്കാൻ വന്നതാണെന്ന് ഇങ്ങനെ പറയുക. അപ്പം ഞാൻ ഈശോ പറഞ്ഞു തന്നപോലെ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കൊരു ബലി അർപ്പിക്കാനുണ്ട്, ഞാൻ ബലി അർപ്പിക്കാൻ വന്നതാ. ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചകൾ. അപ്പോൾ ഈശോ പറഞ്ഞു, എന്നാൽ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വാ. അങ്ങനെ വാതുക്കലെത്തി അകത്തേക്ക് കയറി അകത്തേക്ക് കാല് വെച്ച ഉടൻ തന്നെ ഈശോ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. ഈശോ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, തറയിൽ മുട്ടുകുത്തി ഇരുന്നു. അപ്പോൾ 2 ദൂതന്മാർ ഈശോയെ സഹായിക്കാൻ വേണ്ടി വന്നു. അവർ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഈശോ എൻ്റെ പാദങ്ങൾ കഴുകാൻ തുടങ്ങി. എൻ്റെ പാദങ്ങളെല്ലാം നല്ലപോലെ കഴുകി ഈശോയുടെ കയ്യിൽ നിന്ന് തുണി കൊണ്ട് തുടയ്ക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, കർത്താവേ നീ എന്താ ഈ കാണിക്കുന്നത്? നീ എൻ്റെ പാദം കഴുകാൻ ഞാൻ സമ്മതിക്കില്ല. ഈശോ പറഞ്ഞു, മോളെ ഇങ്ങനെ മാത്രമേ ഒരു ബലി പൂർണ്ണതയിൽ അർപ്പിക്കപ്പെടുകയുള്ളൂ. എളിമയുടെ ഏറ്റവും താഴത്തെ പടിയിൽ നിന്ന് മാത്രമേ ഒരു നല്ല ബലി അർപ്പിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഞാനിത് ചെയ്യും. മാമോദീസയിൽ ഞാൻ നിന്നെ കഴുകിയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് കുറേ ദൂരം നീ നടന്നു. നിന്റെ ഹൃദയം കൊണ്ട് നടന്നു, നിന്റെ കാലുകൊണ്ട് നടന്നു. അങ്ങനെ നടന്ന് നീ ഈ ദേവാലയത്തിൻ്റെ വാതിക്കൽ എത്തിയത് വരെയുള്ള സമയം എനിക്ക് കഴുകാനുണ്ട്. പുരോഹിതൻ ഓരോ തവണയും ജനത്തെ ബലിയർപ്പണത്തിന് മുമ്പ് വിശുദ്ധീകരിക്കുമായിരുന്നു എന്ന് നീ വായിച്ചിട്ടില്ലേ? അതുപോലെ ഞാൻ മഹാപുരോഹിതനല്ലേ, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കാം. നീ നടന്നു വന്ന വഴി മുഴുവൻ കഴുകേണ്ടതാ. ഇന്നലെ കുമ്പസാരിച്ചതാ, ഇന്ന് കുമ്പസാരിച്ച, എന്നാലും നീ നടന്നിങ്ങോട്ട് വരുന്ന വഴിക്ക് അത്രയും സമയം കൊണ്ട് നീ പാപം ചെയ്യും. അതുകൊണ്ട് വന്ന് ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് വരെയുള്ള പാപങ്ങൾ ഞാൻ കഴുകുകയാണ്. അതുകൊണ്ട് അനുവദിക്കുക. ഇനി അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ പത്രോസ് എന്നോട് പറഞ്ഞു കഴുകണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു. അന്ന് പത്രോസിനോട് പറഞ്ഞത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളൂ. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ ഈ ബലിയിൽ നിനക്ക് എന്നോടുകൂടി ഒരു പങ്കും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഈശോ എൻ്റെ പാദം കഴുകാൻ അനുവദിച്ചു. ഈശോ എൻ്റെ പാദങ്ങൾ നല്ലതുപോലെ കഴുകി എന്നിട്ട് അരയിൽ കെട്ടിയിരുന്ന തുണി കൊണ്ട് തുടച്ച് കുനിഞ്ഞ് എൻ്റെ പാദങ്ങളിൽ ചുംബിച്ചു. അപ്പോൾ വലിയ ഉച്ചത്തിൽ ഞാൻ കരഞ്ഞുപോയി. കർത്താവേ, അരുതെന്ന് പറയാൻ പറ്റുന്നുമില്ല, അരുതെന്ന് പറഞ്ഞാൽ ബലി പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ ആ തറയിൽ തന്നെ എൻ്റെ മുമ്പിൽ കുനിഞ്ഞിരുന്നു കൊണ്ട് കണ്ണുനീരോടുകൂടി ഏങ്ങലടിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് കർത്താവ് എന്നോടിങ്ങനെ പറഞ്ഞു, എൻ്റെ മോളെ, നിൻ്റെ ഗുരുവും നിൻ്റെ കർത്താവും നിൻ്റെ ദൈവവുമായ ഞാൻ ഇന്ന് ഇപ്പോൾ കുനിഞ്ഞ് നിൻ്റെ പാദങ്ങൾ കഴുകി തുടച്ച് ചുംബിച്ചെങ്കിൽ ഇന്ന് കണ്ടുമുട്ടുന്ന ആരുടെ മുമ്പിലും കുനിയാൻ എൻ്റെ മോൾക്കൊരു വിഷമവും ഉണ്ടാകരുത്.
ഇനി നീ പറയുമായിരിക്കും, എനിക്കങ്ങനെ ആരുടെ മുമ്പിലും താഴേണ്ട കാര്യമൊന്നുമില്ല, എനിക്കങ്ങനെ കുനിയേണ്ട കാര്യമൊന്നുമില്ല, ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, അവരല്ല തെറ്റ് ചെയ്തത്, എനിക്കങ്ങനെ താഴേണ്ട കാര്യമൊന്നുമില്ല. തന്നെയല്ല, അവരെൻ്റെ കീഴിലുള്ളവരാ, അവരുടെ മുമ്പിൽ ഞാൻ എന്തിനാ കുനിയുന്നത്? ഞാൻ ഇത്രമാത്രം ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് ഏറ്റവും താഴെയുള്ള അവരുടെ മുമ്പിൽ അങ്ങനെ കുനിയേണ്ട കാര്യമില്ല, അതൊക്കെ അവരെ ചീത്തയാക്കുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് നീ പറയുമായിരിക്കും. പക്ഷേ നീ അങ്ങനെ പറഞ്ഞാലും നാളെയും നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ദൈവമായ ഞാൻ നിന്റെ മുമ്പിൽ കുനിയും, നിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തും, നിന്റെ വാദങ്ങൾ കഴുകി തുടച്ച് ചുംബിക്കുകയും ചെയ്യും. ഇതോർക്കുമ്പോഴെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ കുനിയാൻ എൻ്റെ മോൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. എളിമയുടെ ഏറ്റവും താഴത്തെ പടിയിൽ നിന്ന് മാത്രമേ ബലി ആരംഭിക്കുകയുള്ളൂ. ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ കാണിച്ചു തന്നത്, ഇത് പുതിയ നിയമത്തിലുണ്ടല്ലോ, ഇതൊന്നും നീ ഇതുവരെ കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. എങ്കിൽ നീ അങ്ങനെ തന്നെ വേണം ബലി അർപ്പിക്കാനായിട്ട്, അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ സമ്മതിച്ചു. ഈശോ എഴുന്നേറ്റു, എൻ്റെ കാലുകളെല്ലാം കഴുകി തുടച്ച് ചുംബിച്ചിട്ട് ഈശോ പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നു വന്ന് ബലിപീഠത്തിനടുത്ത് വന്നു നിന്നു. തിരുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു വന്ന് നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ ബലിപീഠത്തിൽ വന്നു. ദൂതന്മാരെത്തി, സകല വിശുദ്ധരും മാലാഖമാരും വന്നു, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ വന്നു, അങ്ങനെ എല്ലാവരും വന്നു, പരിശുദ്ധ ത്രിത്വവും വന്നു. ഓരോ തവണയും ബലി അർപ്പിക്കാൻ വേണ്ടി നമ്മൾ ദേവാലയത്തിലെത്തുമ്പോൾ അൾത്താര സ്വർഗത്തിൻ്റെ അതേ പ്രതീതിയിൽ ഒരുങ്ങുകയാണ്. എല്ലാവരും വന്നു കഴിഞ്ഞു. ഞാൻ പകുതി വഴി എത്തിയതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പാത്രവും താലവും എല്ലാം ഇരിക്കുക, അതൊന്നും മേടിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന്. കാലൊക്കെ കഴുകി തുടച്ച് ചുംബിച്ച് ഈശോ ഇങ്ങ് പോന്നു. ഞാനത് പകുതി വഴി എത്തിയപ്പോൾ കരഞ്ഞോണ്ടാണ് വരുന്നത്. ഈശോ പറഞ്ഞു അവിടെ നിൽക്കുക. 2 പ്രാവശ്യം പറഞ്ഞു അവിടെ നിൽക്കുക. ഞാൻ അവിടെ നിന്നപ്പോൾ ഈശോ ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു, ഈശോയെ 1-2 പേരുടെ ഹൃദയത്തിലൊരു വിഷമമുണ്ട്, കുമ്പസാരിച്ചിട്ടൊക്കെയാണ് വന്നത്. എൻ്റെ മോളെ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ഈ ബലി പൂർത്തിയാകുകയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ആർക്കെങ്കിലും നിന്നോടെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെന്ന് തോന്നിയാൽ തിരിച്ചു ചെന്ന് ക്ഷമ ചോദിച്ചോണമെന്ന്. പിന്നെ എന്തിനാ ബലി അർപ്പിക്കാൻ വന്നത്? അതവിടെ വെച്ചിട്ട് തിരിച്ചു വയ്ക്കുമോ? പോയി അവരോട് ക്ഷമ ചോദിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. നീ എന്ന് വന്നാലും അന്ന് വരെയും ഞാനിവിടെ കാത്തിരിക്കും. ഒരിക്കലും മടുക്കുകയോ ഇട്ടച്ചു പോകുമെന്ന് ഞാൻ ചെയ്യുകയില്ല. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ബലിവസ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. ഞാൻ അതവിടെ വെച്ചിട്ട് പോയി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ചോദിച്ചു, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ക്ഷമിക്കുന്ന സ്നേഹമെന്ന് പറഞ്ഞാൽ മറക്കുന്ന സ്നേഹമെന്നാണ് അർത്ഥം. കുമ്പസാരക്കൂട്ടിൽ ഇതാ ഞാൻ ചെയ്യുന്നത്, നീ ചെയ്യുന്നതെല്ലാം മറക്കുക. അതുകൊണ്ടല്ലേ എനിക്ക് ഇപ്പോഴും നിന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്. പക്ഷെ നീ അല്ലേ ക്ഷമിച്ചെന്നൊക്കെ പറയും. എന്നിട്ടൊരു 10-20 വർഷം കഴിഞ്ഞ് ഞാൻ ചോദിച്ചാലും നല്ല ഓർമ്മ എല്ലാ കാര്യങ്ങളും. വഴക്കുണ്ടാക്കിയ ദിവസം പറഞ്ഞ വാക്കുകളും അന്ന് സംസാരിക്കാനിരുന്ന സ്ഥലവും അന്നിട്ടിരുന്ന ഡ്രസ്സും എല്ലാം നല്ല കൃത്യമായിട്ട് നീ പറയും. അപ്പോൾ നീ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും മറന്നിട്ടില്ലെന്നല്ലേ അർത്ഥം. അതുകൊണ്ട് എത്രത്തോളം മറക്കുന്നുവോ അത്രത്തോളം ക്ഷമിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും. നിന്നോട് ഞാൻ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ലെ ആരെങ്കിലും വ്യക്തികളെ കൊണ്ട് ചോദിപ്പിക്കുമ്പോൾ നീ പറയും ആ കാര്യം ഞാൻ ഓർക്കുന്നില്ല എന്ന് നിനക്ക് പറയാൻ പറ്റിയാൽ നീ മറന്നു, നീ ക്ഷമിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അല്ലാതെ ഒരിക്കലും നിന്നെ വേദനിപ്പിച്ച ഒരു കാര്യവും നീ ഓർക്കരുത്. ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി അല്ലാതെ കഴിഞ്ഞ കാല ജീവിതം ഒരിക്കലും ഓർക്കാതിരിക്കാനുള്ള കൃപ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നീ ശ്രമിക്കുകയും ചെയ്യുക. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വരിക. അപ്പം ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഇനി മറ്റുള്ളവർക്കൊക്കെ എന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് അറിയുന്നത്? അതുകൊണ്ട് തിരിച്ചു ചെന്ന് അവർക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വന്ന് നാളെ ബലി അർപ്പിക്കാം എന്ന് കരുതി ഞാൻ പോരാനായിട്ട് എഴുന്നേക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഈശോ പറഞ്ഞു, ഹെബ്രായ ലേഖനം 4:15 മോൾ ഓർക്കുന്നില്ലേ? നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. അതിനാൽ വേണ്ട സമയത്ത് കൃപയും കരുണയും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ധൈര്യപൂർവ്വം കൃപാസനത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. നിന്റെ പാപങ്ങളുടെയും ബലഹീനതകളുടെയും ഒരു ലിസ്റ്റും കൊണ്ടിരിക്കുകയല്ല ഞാനിവിടെ. നിന്നോട് കരുണ കാണിക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നിന്റെ യോഗ്യത കൊണ്ട് ഈ ബലി ഒരിക്കലും പൂർത്തിയാവുകയില്ല. എൻ്റെ കരുണ കൊണ്ടാണ് ഈ ബലി പൂർത്തിയാകുന്നത്. ബലിപീഠത്തിൽ നിന്ന് കൃപയും കരുണയും ഒഴുകുകയാണ്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക, നിന്നോടും നിന്റെ ശത്രുവിനോടും ഞാൻ ഒരുപോലെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് വരിക.
അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് കാണിക്കുന്നതിൽ കൂടുതൽ കാരുണ്യം എൻ്റെ ശത്രുവിനോട് കാണിക്കണമേ. ഈശോ പറഞ്ഞു, മോളെ, ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് കള്ളം പറയണ്ട. കാരണം നിന്നോടും നിൻ്റെ ശത്രുവിനോടും ഒരുപോലെ കരുണ കാണിക്കണമേ എന്ന കാര്യം തന്നെ നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ വേണമെന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടല്ല. എനിക്ക് നിൻ്റെ മനസ്സറിയാം. നീ ഇത്രയുമെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുക, നിന്നോടും നിൻ്റെ ശത്രുവിനോടും ഒരുപോലെ കരുണയായിരിക്കണമെന്ന്. കാരണം നിനക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. അപ്പം അതുപോലെ അവനെയും അവളെയും ഞാൻ മാറ്റി കഴിയുമ്പോൾ നിനക്ക് അവരെയും സ്നേഹിക്കാൻ പറ്റും. അവരോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാവരോടും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, ഇനി അതെടുത്തുകൊണ്ട് പോരാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്ന് ആ കാഴ്ച വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് നടന്ന് അടുത്ത് വന്നപ്പോൾ ഈശോനോട് വീണ്ടും ചോദിച്ചു, ബലിപീഠത്തിന് അടുത്തെത്തിയപ്പോൾ ചോദിക്കുക, നീ എല്ലാവരോടും ക്ഷമിച്ചോ? ഇനി ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ദേവാലയത്തിലേക്ക് നടക്കുന്ന ഓരോ പാദത്തോടുമൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? നിനക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? നീ എല്ലാവരോടും ക്ഷമിച്ചോ? ഈശോ ഇതെപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. ബലിപീഠത്തിന് അടുത്ത് ചെല്ലുന്നത് വരെ ഈശോ ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ സർവ്വശക്തി കൊണ്ടും ഞാൻ ശ്രമിച്ചു, ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടും എൻ്റെ ശത്രുവിനോടും ഒരുപോലെ കരുണയായിരിക്കണമേ. അപ്പോൾ ഈശോ പറഞ്ഞു, എന്നാ ഇങ്ങ് തന്നേര് സാധനങ്ങളൊക്കെ. അപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് ആ കാഴ്ച വസ്തുക്കൾ വാങ്ങിച്ചത്. എന്നോട് പറഞ്ഞു, തിരുവസ്ത്രങ്ങൾ അണിയുക. കാരണം 1 പത്രോസ് 2:9 പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവുമാണ്. പുരോഹിത ഗണത്തിൽപ്പെട്ട നീ ഇവിടെ ബലി അർപ്പിക്കാൻ വന്നതാ, അല്ലാതെ ബലി കാണാൻ വന്നതല്ല. കുർബാന കാണാനല്ല വരുന്നത്, ബലി അർപ്പിക്കാനാണ് വരുന്നത്. അച്ഛൻ്റെ കുർബാന കാണാനായിട്ടാണ് നീ വരുന്നത്. നീ ബലി അർപ്പിക്കാനാണ് വരുന്നത്, പുരോഹിത ഗണത്തിലുള്ള ആളായതുകൊണ്ട്. അതുകൊണ്ട് തിരുവസ്ത്രങ്ങൾ അണിയുക. ഞാൻ ചോദിച്ചു, എന്താണ് തിരുവസ്ത്രങ്ങൾ അണിയുക എന്ന് വെച്ചാൽ? ഈശോ പറഞ്ഞു, മോളെ, വൈദികൻ തിരുവസ്ത്രങ്ങൾ അണിയുക എന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതുമാത്രം നിനക്ക് പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് 3 വർഷം വേണം. നിനക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണേ 3 വർഷം വേണം അച്ഛനിടുന്ന ഉടുപ്പിനെ കുറിച്ച് മാത്രം പറയാൻ. അപ്പം അതുകൊണ്ട് ഇപ്പം അത് നടക്കുകയല്ലാത്തത് കൊണ്ട് നീ വൈദികനെ പോലെ ഒരു തിരുവസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് കരുതുക. കാരണം പുരോഹിത ഗണത്തിൽപ്പെട്ട ആളായിട്ടാണ് നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബലി അർപ്പിക്കാൻ പുരോഹിതന് തിരുവസ്ത്രങ്ങൾ വേണം. അപ്പോൾ ഇപ്പോൾ നീ ഇത്രയും മാത്രം അറിയുക, ഇതുപോലെ ഒരു തിരുവസ്ത്രം ധരിച്ച് നിൽക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ അത് പിന്നീട് ഇതേക്കുറിച്ചെല്ലാം വളരെയധികം പറയുവാനുണ്ട്. ഇത് അങ്ങനെ വിശ്വസിച്ച് വന്നിട്ട് കുർബാന പുസ്തകം എടുക്കുക. തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു കഴിഞ്ഞാൽ കുർബാന പുസ്തകം എടുക്കുക. സ്വന്തമായി ഒരു കുർബാന പുസ്തകം നിനക്കുണ്ടായിരിക്കണം. എവിടെ പോയാലും ഇത് നിൻ്റെ ബാഗിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചേക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാ സാധനവും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. കുർബാന പുസ്തകം ബൈബിൾ മാത്രം കാണുകയല്ല പിള്ളേർക്ക്, അതെല്ലാവർക്കും കൂടി ഓരണം. ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നിത്യത വരെ വേണ്ട സാധനം മാത്രം ഒന്നേ ഉള്ളൂ. എല്ലാവർക്കും കൂടി പോകാൻ നേരത്ത് എന്ത് ചെയ്യും? അതുകൊണ്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് കുർബാന പുസ്തകം ഉണ്ടായിരിക്കണം. ഇനി വിശുദ്ധ കുർബാനയിലെ ഓരോ വാക്കിനും വള്ളിക്കും പുള്ളിക്കും പോലും ദൈവിക സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അത് തെറ്റിച്ച് പറയാൻ പാടില്ല, അത് തെറ്റായിട്ട് ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് 10-50 വർഷം അച്ഛനായ ആൾക്ക് അച്ഛനായിട്ട് ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികന് കാണാതെ അറിയാൻ പാടില്ലെന്നിട്ടല്ല കുർബാന പുസ്തകത്തിൽ നോക്കി തന്നെ ചൊല്ലുന്നത്. ഇതെല്ലാം നിന്റെ മുമ്പിൽ തെളിവായിട്ടുണ്ട്. വൈദികൻ കുർബാന പുസ്തകത്തിൽ നോക്കി ചൊല്ലുന്നത്. അപ്പോൾ നീ കൈയും കെട്ടി നിൽക്കുക, നീ ബലി അർപ്പിക്കാൻ വന്നതല്ലേ. അതുകൊണ്ട് കുർബാന പുസ്തകം കയ്യിൽ എടുക്കുക. എന്നിട്ട് വൈദികൻ ചൊല്ലുന്ന ഭാഗങ്ങൾ മുഴുവനും നിന്റെ ഹൃദയത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പോലും അത് കേൾക്കരുത്. നിന്റെ ഹൃദയത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇനി നിനക്ക് ചൊല്ലാനുള്ള ഭാഗങ്ങൾ ഉറക്കെ ചൊല്ലുക. കാരണം നിന്റെ സാന്നിധ്യം ദൈവം അറിയട്ടെ, നിന്റെ സ്വരം ദൈവം കേൾക്കട്ടെ. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെങ്കിലും നിന്റെ സ്വരം കേട്ടിരിക്കണം. അങ്ങനെ ചെയ്യുക. ഇനി ശുശ്രൂഷയുടെ ഭാഗം നീ ചൊല്ലണ്ട, അത് ശുശ്രൂഷ ചൊല്ലിക്കോളും. ഒരു മാലാഖയ്ക്ക് മാത്രമേ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ശരിക്കും അറിയാവുള്ളൂ. അവരാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അവരെന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ലേഖനം വായിക്കുമ്പോൾ നീ എന്താ ശ്രദ്ധിക്കാത്തത്? ലേഖനം വായിക്കുമ്പോൾ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയല്ലായിരുന്നു. ഈശോ പറഞ്ഞു, മോളെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വരികയാണ് ചെയ്യുന്നത്, അത് നിനക്ക് വേണ്ടി വായിക്കാൻ. എൻ്റെ ദൂതനെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ലേഖനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് നിൽക്കുക.
ഇനി കുർബാന പുസ്തകം എടുക്കാൻ പറ്റിയില്ലെന്ന് കരുതുക. നിനക്ക് ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ വൈദികൻ ചൊല്ലുമ്പോൾ ആ കൂട്ടത്തിൽ നീ ഹൃദയം കൊണ്ട് ആവർത്തിച്ചു പോവുക, ഹൃദയത്തിൽ മാത്രം ആവർത്തിച്ചു പോവുക. നിനക്ക് ചൊല്ലാണോ അവർക്ക് ചൊല്ലിക്കോ. ഇനി ആ കുർബാനയുടെ നിനക്ക് അറിയത്തില്ലാത്ത ഭാഷയിലാണ് ബലിയർപ്പണം നടക്കുന്നതെങ്കിൽ കുർബാന തുടങ്ങുമ്പം തൊട്ട് തീരുന്നവരെ പിതാവേ ഈ ബലി സ്വീകരിക്കണേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിനക്കറിയത്തില്ലെങ്കിൽ അറിയാവുന്ന ഭാഗമൊക്കെ നിന്റെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ പറ്റുമല്ലോ. അല്ലാത്തപ്പോഴൊക്കെയും നീ ഇങ്ങനെ ചെയ്താൽ മതി. പിതാവേ ഈ ബലി സ്വീകരിക്കണേ എന്ന് മാത്രം കണ്ണുനീരോടുകൂടി പറഞ്ഞുകൊണ്ട് നിൽക്കുക. കുർബാന തുടങ്ങിയ തീരുന്നവരെ പറയേണ്ട ഒരു കാര്യമാണത്. പിതാവേ ഈ ബലി സ്വീകരിക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥനയുടെ സമയം വരെ അത് പറയണം. കാരണം നിന്റെ ബലി ദൈവം സ്വീകരിച്ചില്ലേ പിന്നെ നീ വെറുതെ അവിടെ വന്നിട്ട് വല്ലവരും ബലിയർപ്പിക്കുന്നത് കണ്ടിട്ട് പോകാമെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് കണ്ണുനീരോടുകൂടി ഏലിയായുടെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പിതാവേ ഈ ബലി സ്വീകരിക്കണേന്ന്. കുർബാന പുസ്തകം പരമാവധി കൊണ്ടു നടക്കാൻ ശ്രമിക്കണം. ഇനി ഇല്ലെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക്. അത് കഴിഞ്ഞിട്ട് വന്ന് എന്നോട് ചേർന്ന് ബലി അർപ്പിക്കാൻ വരുമ്പോൾ ഈ ബലി അർപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് ചിലർ നിന്നോട് പറയും. അവരതിന് പറയുന്ന ഒരു വചനമുണ്ട്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വചനം. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയും. എല്ലാ ദിവസവും പിന്നെ എന്തിനാണ് ഈ ബലി അർപ്പിക്കാൻ പോകുന്നതെന്ന് നിന്നോട് ചോദിക്കും. അപ്പോൾ നീ പറയണം, പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലിയുടെ കാര്യമാണ് പറയുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ ബലിയല്ല. യേശുക്രിസ്തുവിൻ്റെ ബലി സകല പാപങ്ങൾക്കും പരിഹാരമായ ബലിയാണ്. അപ്പം അതുകൊണ്ട് ഇത് പുതിയ നിയമത്തിലെ ബലിയല്ല, യേശുക്രിസ്തുവിൻ്റെ ബലിയല്ല. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലി അത് പഴയ നിയമത്തിലെ ബലിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. ബലിക്ക് ഒരു പ്രാധാന്യം ഇല്ലായിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നെങ്കിൽ ഹെബ്രായ ലേഖനം ഞാൻ എഴുതുമായിരുന്നില്ല. ബലിയുടെ മഹത്വം ഈ പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സകല പാപങ്ങൾക്കും പരിഹാരമായ ബലിയാണ് എല്ലാ ദിവസവും നീ ആവർത്തിച്ചർപ്പിക്കുന്നത്. അതെല്ലാ ദിവസവും ആവർത്തിച്ചർപ്പിക്കേണ്ട കാര്യമുണ്ട്. കാരണം ആ ബലി അർപ്പിച്ച ഞാൻ നിന്നോട് പറഞ്ഞത് എന്താ? ഞാൻ വീണ്ടും വരുന്നത് വരെ ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ നിനക്ക് എന്നാ അവകാശമുള്ളത്? ഞാൻ വരുന്നത് വരെ ആവർത്തിച്ച് തീരുമ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആവർത്തിച്ചർപ്പിച്ചുകൊണ്ടിരിക്കുക. 24 മണിക്കൂറും ആവർത്തിച്ചർപ്പിക്കണമെന്ന് നീ ഓർത്തുകൊള്ളുക. മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വചനമുണ്ട്. സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. രാത്രിയും പകലും ഒരുപോലെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ, ഒരു ദേശത്ത് മാത്രമല്ല സകല ജനത്തിൻ്റെ ഇടയിലും മഹത്വപൂർണമായി ഉപയോഗിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ബലി എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ലോകത്തെ എല്ലാ സ്ഥലത്തും എപ്പോഴും ഒരു ബലി എവിടെയെങ്കിലും ലോകത്ത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. ധൂപവും കാഴ്ചയുമൊക്കെ അർപ്പിച്ച് തന്നെയാണ് ബലി അർപ്പിക്കേണ്ടത്. അതെല്ലായിടത്തു നിന്നും ഉയരുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നീ ഓർത്താൽ മതി. അതുകൊണ്ട് പാപങ്ങൾ അകറ്റാൻ കഴിവുള്ള ബലിയാണ് നീ അർപ്പിക്കുന്നതെന്നുള്ള വിശ്വാസത്തോടുകൂടി അത് വീണ്ടും വരുന്നവർ ചെയ്യണമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിച്ച് അർപ്പിക്കുക തന്നെ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ വേണ്ടെന്ന് നിന്നോട് പറയാൻ ആർക്കാ അവകാശം? മറ്റുള്ളവർ പറയുന്നത് നീ എന്തിനു കേൾക്കണം? വചനം ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. ഇനി വീണ്ടും ഒരു കാര്യം പറയും, പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി ഇനി ഒരു ബലി അവശേഷിക്കുന്നില്ല എന്ന് ചിലപ്പോൾ നിന്നോട് പറയും. പാപങ്ങൾക്ക് പരിഹാരമായി വേറെ ഒരു ബലി അവശേഷിക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ബലി മാത്രമേ ഉള്ളൂ. ഇനി വേറെ ബലിയൊന്നുമില്ല. ഈ ബലി മാത്രമേ ഉള്ളൂ. ആ ബലി ഇനിയും ആവർത്തിച്ചർപ്പിക്കണം. ആ ബലി അർപ്പിക്കണം. വേറെ ബലിയൊന്നുമില്ല. വേറെ പഴയ നിയമത്തിലെ ഒരുപാട് ബലികളുണ്ട്. ആ ബലികളൊന്നും അർപ്പിച്ചാൽ പോരാ പാപങ്ങൾക്ക് വേണ്ടി. ഇനി യേശു ക്രിസ്തുവിൻ്റെ ഈ ബലി തന്നെ വേണം നിൻ്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി അർപ്പിക്കുവാൻ. വേറെ ബലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ബലി അർപ്പിച്ചോളാം പറഞ്ഞു വിട്ടേരെ അവരെ. ഇനി വേറെ ഒരു കാര്യം കൂടി ചിലപ്പോൾ അവർ നിന്നോട് പറയും. ഇങ്ങനെ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യക്തികൾ നിന്നോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഹെബ്രായ ലേഖനം 10 ഉള്ള ഒരു ഭാഗം 10-ാം അധ്യായത്തിൻ്റെ 19-20 വായിച്ച് ആ കാര്യത്തിന് ഉത്തരം കൊടുക്കാം നിനക്ക്. അവർ പറയും, ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി, അന്ന് പൗരോഹിത്യം അവസാനിച്ചു, ഇനി പുരോഹിതനില്ലെന്ന് പറയും. പൗരോഹിത്യമില്ല. ദേവാലയത്തിൽ തൂക്കിയിട്ടിരുന്ന തുണി കീറുന്നത് മാത്രമേ ആ മനുഷ്യർ കണ്ടുള്ളൂ.
ഗാഗുൽത്തായിലെ കുരിശിൽ കിടന്ന് യേശു ക്രിസ്തുവിന്റെ ശരീരം കീറിയത് അവർ കണ്ടില്ല. ഈ തുണി കീറുന്നത് മാത്രം കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നും. കർത്താവിൻ്റെ ഹൃദയം കീറിയത്, അവൻ്റെ ശരീരം കീറിയതാണ് കാണേണ്ടത്. അത് കാണണമെങ്കിൽ എബ്രായ ലേഖനം 10:19 19-20 വചനം വായിച്ചു നോക്കുക. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തമൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. അവൻ്റെ ശരീരം കീറിയപ്പോൾ ജീവനുള്ള സജീവവും നവീനവുമായ പുതിയതാണ്, അതുവരെ ആരും ഉപയോഗിക്കാത്തത്, നവീനവും സജീവവുമായ ഒരു പാത അവൻ നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് തുറന്നു തന്നിരിക്കുക. വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അവിടെ വിരിയിട്ട് മൂടിയിരുന്നതാണ്. അവിടേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരുടെ കൂടെയാണ് പ്രവേശിക്കുന്നത്? ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് നീ ആ ബലി അർപ്പിക്കുകയാണ്. ബലി അർപ്പിക്കാൻ ഒരു പുരോഹിതൻ മാത്രമല്ല പഴയ നിയമത്തിൽ നീ കാണുന്നത്. പുരോഹിത ഗണവും മഹാപുരോഹിതനും കൂടിയാണ് ബലി അർപ്പിക്കുന്നത്. അതുകൊണ്ട് മഹാപുരോഹിതനായ വൈദികൻ യേശുവിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ നിൽക്കും. പുരോഹിത ഗണത്തിൽപ്പെട്ട നീയും അവിടെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ബലി അർപ്പിക്കും. അതുകൊണ്ട് പൗരോഹിത്യം അവസാനിക്കുകയല്ല ചെയ്തത്. അവിടെ ബലി കയറിയപ്പോൾ പൗരോഹിത്യം അവസാനിക്കുകയല്ല ചെയ്തത്, മറിച്ച് ബലിയിലൂടെ നീയും കൂടെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുക ചെയ്തത്. പഴയ നിയമത്തിലെ പുരോഹിതൻ അവൻ്റെ ആയുസ് തീരുമ്പോൾ അവൻ മരിച്ചു പോകും. എന്നാൽ എന്നേക്കും മഹാപുരോഹിതനായ യേശു ക്രിസ്തുവാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്ന അവിടുന്ന് നിന്നെ തെരഞ്ഞെടുത്തത്, പുരോഹിത ഗണത്തിലേക്ക് തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞത് നിത്യത വരെ നീയും അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ നീയും എന്നേക്കും ഈശോയുടെ കൂടെ ഉണ്ടായിരിക്കും. മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ പുരോഹിത ഗണമായ നീ എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ പൗരോഹിത്യത്തിന് മൂല്യം കുറയുമല്ല, വില കുറയുമല്ല ചെയ്തത്, വില കൂടുകയാണ് ചെയ്തത്. പണ്ടത്തേക്കാൾ 100 ഇരട്ടിയായി 1000 ഇരട്ടിയായി നിനക്ക് അളക്കാനാവാത്തത്ര പൗരോഹിത്യത്തിന് മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്തത്. നീയും പുരോഹിത ഗണമാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് പൗരോഹിത്യം അവസാനിച്ചു എന്നല്ല പറയേണ്ടത്. പൗരോഹിത്യം ശ്രേഷ്ഠമായി ദൈവികമായി തീർന്ന പൗരോഹിത്യം, മനുഷ്യരിൽ നിന്ന് ദൈവികതയിലേക്ക് പൗരോഹിത്യം മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. പൗരോഹിത്യത്തിന് വില കുറയുകയല്ല ചെയ്തത്, മറിച്ച് പൗരോഹിത്യം കൂടുതൽ ശ്രേഷ്ഠമായി തീരുകയാണ് ചെയ്തത്. ആ പൗരോഹിത്യത്തിലേക്ക് നമ്മളെ കൂടെ കൂട്ടിച്ചേർത്ത് നിത്യത വരെ മഹാപുരോഹിതനായ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായ ഈശോയുടെ കൂടെ നമ്മളും പുരോഹിത ഗണമായി സ്വർഗത്തിൽ വാഴുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് വിരി കീറിയത് മാത്രം കണ്ട് അവിടെ പൗരോഹിത്യം അവസാനിപ്പിക്കാൻ നീ ശ്രമിക്കണ്ട. ഇനി ബലി അർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ, എല്ലാ ദിവസവും നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ എടുക്കാം. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു വൈദികനെയെങ്കിലും ബലിവസ്തുവായി എല്ലാ ദിവസവും നീ കൊണ്ടുവരാവോ? ഒരേ ഒരു വൈദികനെ മാത്രം. ഒത്തിരി സാധനങ്ങൾ എടുക്കാമല്ലോ, കുറഞ്ഞത് ഒരു വൈദികനെയെങ്കിലും. കാരണം ഒരു വൈദികൻ വിശുദ്ധനായാൽ ദേശം വിശുദ്ധമായിരിക്കും. ഒരു വൈദികൻ നശിച്ചു പോയാൽ ദേശം നശിച്ചു പോകും. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യാവോ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാം. എന്നാൽ ചിലപ്പോൾ നീ പറയുമായിരിക്കും, വൈദികൻ നശിച്ചുപോയി, എനിക്കെന്താ, അച്ഛനെന്നേക്കാൾ അറിയാവുന്നല്ലേ കാര്യങ്ങളൊക്കെ, അവൻ മനഃപൂർവ്വമല്ലേ ചെയ്തേ, നശിക്കട്ടെ, തോന്നിയാസം കാണിച്ചിട്ടല്ലേ എന്ന് ഒരു പക്ഷേ നീ പറയുമായിരിക്കും. അങ്ങനെ പറയുമ്പോൾ നീ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ കാര്യം. ഒരു വൈദികൻ നശിച്ചു പോയാൽ ദേശം നശിച്ചു പോകും. അങ്ങനെ ദേശം നശിച്ചു പോയാൽ ആ നശിച്ചു പോകുന്ന ദേശത്തല്ലേ നീ വസിക്കുന്നത്. അപ്പോൾ വൈദികൻ്റെ നാശം നിന്റെ നാശമാണ്. നീയും നിന്റെ തലമുറകളും നശിച്ചു പോകും ദേശം നശിച്ച. അപ്പം അതുകൊണ്ട് ഒരു വൈദികൻ തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ അത് അറിയിക്കാൻ വേണ്ടി നാട്ടുകാരുടെ അടുത്തേക്ക് ഓടണ്ട. ദാസന് തെറ്റു പറ്റുമ്പോൾ ദാസൻ്റെ അടുത്തേക്ക് പോകുന്നതിലും നല്ലത് യജമാനൻ്റെ അടുത്ത് ചെല്ലുന്നതാണ്. എന്നിട്ട് ഓടി ദൈവസന്നിധിയിലെത്തി മുട്ടുമടക്കി കർത്താവിനോട് പറയുക, ദൈവമേ, നിന്റെ ദാസൻ വീണുപോയി,
കർത്താവേ, നിന്റെ ദാസൻ വീണുപോയി, കൈ കൊടുത്ത് സഹായിക്കണേ എന്ന് നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എന്നാൽ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ രൂപത്തിൽ പരദൂഷണവും കൂടി ചിലയിടത്തെങ്കിലും നടക്കുന്നുണ്ട്. അത് ഇത്തരം കാര്യങ്ങളൊന്നും അതിൽ പെടുത്താതിരിക്കാൻ നീ അറിഞ്ഞ കാര്യം 100 പേരെ അറിയിക്കാൻ പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവിടുത്തോട് വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ ഇത് ഒരു ഏജന്റുമാരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ കണ്ണി കാണുന്നവരുടെ എല്ലാം അറിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നീ മുട്ടുകുത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു വൈദികന് വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിത്യത വരെയും ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും. അവസാന വിധിയുടെ സമയത്ത് പോലും ഞാൻ ആ കാര്യം നിനക്ക് വേണ്ടി ഓർക്കും. ഇതുകൂടി ഓർത്തുകൊള്ളുക. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിസ്വാഭാവികമായ വിളിയാണത്. ആ സമയം അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം അവരുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കും. നീയും അതറിഞ്ഞ് വൈദികനോട് പെരുമാറുക. വൈദികൻ ബലി അർപ്പിക്കാൻ വരുമ്പോൾ, തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവനെ പൊതിയുകയാണ്. അപ്പം ഞാൻ ഓർത്തു, എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് പൊതിഞ്ഞു കിട്ടുമല്ലോ, അതുപോലെ വൈദികനെ തിരുവസ്ത്രം കൊണ്ട് കർത്താവ് അങ്ങ് പൊതിയുവാണെന്നോർത്തു. ഈശോ പറഞ്ഞു, മോളെ, നീ മനസ്സിലാക്കിയതുപോലെയല്ല. ഇവിടേക്ക് നോക്കുക. തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഒരു വൈദികനെ എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഒരു നീല പ്രകാശം ഒരു ഷെയ്ഡായിട്ട് ആദ്യം വൈദികന് പുറമെ തെളിഞ്ഞു വന്നു. കട്ടി കൂടി ഒരു നീലപ്രകാശം, പിന്നെ അതിന് വീതി കൂടി വന്നു. തിരുവസ്ത്രങ്ങൾ മുഴുവൻ അണിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രകാശം മുഴുവൻ വൈദികന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വൈദികൻ ഒരു നീല പ്രകാശമായി മാറി. യേശു പറഞ്ഞു, ഇപ്പോൾ നീ കണ്ടോ? നീ വിചാരിച്ചതുപോലെ പുറമേ അങ്ങ് പൊതിയുമല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് അവൻ്റെ ശരീരത്തിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ചൈതന്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവനിങ്ങനെ ഓസ്തിയെടുത്ത് ഉയർത്തിയിട്ട് ധൈര്യമായി അവൻ പറയുന്നത്, ഇതെൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ. ഞാൻ തന്നെയാണ് ബലി അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ധൈര്യമായി പറയുന്നത്, ഇതെൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുമെന്ന്. അല്ലാതെ അച്ഛൻ്റെ ശരീരം ഭക്ഷിക്കാനും അച്ഛൻ്റെ രക്തം പാനം ചെയ്യാനുമാണോ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? യേശു തന്നെയാണ് ബലിയർപ്പിക്കുന്നത്, ഞാൻ തന്നെയാണ് ബലിയർപ്പിക്കുന്നതെന്ന് നീ മനസ്സിലാക്കുക ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. എന്നാൽ വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ ഒരേ സമയം തന്നെ വൈദികൻ ദൈവവും മനുഷ്യനുമാണ്. ഈശോ ഒരേ സമയം തന്നെ ദൈവവും മനുഷ്യനുമായിരുന്നതുപോലെ വൈദികനും അങ്ങനെ തന്നെയാണ്. മറ്റൊരർത്ഥത്തിൽ വൈദികനും അങ്ങനെ തന്നെയാണ്. ബലി അർപ്പിക്കുന്ന സമയത്ത് ഈശോ തന്നെയാണ് വൈദികനിലൂടെ ബലി അർപ്പിക്കുന്നത്. എന്നാൽ ആ വൈദികൻ നിനക്കറിയാവുന്ന ആ മനുഷ്യനോ? ഇത് നീ ഓർത്തുകൊള്ളുക. പിന്നെ എല്ലാ ദിവസവും കുമ്പസാരിച്ചാലും നിന്റെ ഹൃദയം ഒരു കാലിത്തൊഴുത്ത് പോലെ വൃത്തികെട്ടതാണ്. കുമ്പസാരക്കൂട്ടി എഴുന്നേറ്റ് പോകുമ്പോൾ നീ പാപം ചെയ്യും. അപ്പം അതുകൊണ്ട് നീ ഈശോയോട് ബലിയർപ്പിക്കാൻ വരുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിൽ ആദ്യത്തെ പുൽക്കൂട് പണിതത് യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും കൂടിയാണ്. പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും കൂടി പണിയുന്ന പുൽക്കൂട്ടിൽ ഈശോ പിറക്കുകയും ചെയ്യും. അപ്പോൾ ബലിയർപ്പണം കഴിയുമ്പോൾ ഈശോ നിൻ്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരും. അങ്ങനെ ഈശോ നിൻ്റെ ഹൃദയത്തിൽ പിറക്കാൻ പോവുകയാണ്. അപ്പോൾ നീ പറയണം, പരിശുദ്ധ അമ്മേ, യേശുവേ പിതാവേ, എൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് പിറക്കുവാൻ ഒരു പുൽക്കൂട് പണിത് തരാവോ എന്ന് തന്നെ ചോദിക്കണം. തരണമെന്ന് പറയരുത്, തരാനും പറയണ്ട, തരാവോ എന്ന് ചോദിക്കുക. കാരണം എൻ്റെ അമ്മയോടെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് പഠിക്കുമല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കില്ല നീ. അതങ്ങോട്ട് ചെയ്യ്, ഇത് ചെയ്യുക, അത് പറയുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുകയുള്ളൂ, ആജ്ഞാപിച്ച് നിനക്ക് ശീലമുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന സമയത്തെങ്കിലും എൻ്റെ അമ്മയോടൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് പഠിക്കുമല്ലോ നീ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചോദിക്കണം. അങ്ങനെ പറയുമ്പോൾ അമ്മയും യോസേപ്പ് പിതാവും കൂടി നിൻ്റെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് പണിയും. ആ പുൽക്കൂട്ടിൽ, അവർ പണിയുന്ന പുൽക്കൂട്ടിൽ ഈശോ പിറക്കുകയും ചെയ്യും. അങ്ങനെ പുൽക്കൂട് പണിയാനെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം നീ വന്ന് എന്നോട് ചേർന്ന് നിന്ന് ബലി അർപ്പിക്കാൻ നിൽക്കുക. ഈ സമയത്ത് നീ മനസ്സിലാക്കേണ്ടത്, 10 വൈദികർ ഒരുമിച്ച് ഒരു മെത്രാൻ്റെ കൂടെ ബലി അർപ്പിക്കുകയാണെങ്കിൽ, ഇനി ഈ 10 പേരും കൂടെ ഒരുമിച്ച് കാസേ കയറി പിടിക്കുകയല്ലോ, മെത്രാൻ മാത്രം അത് ചെയ്യുക. പക്ഷേ ഈ പുരോഹിതന്മാർക്ക് ആർക്കെങ്കിലും പൗരോഹിത്യത്തിൽ വല്ല കുറവുണ്ടോ? ഇല്ല. ഇതുപോലെ മഹാപുരോഹിതനായി എൻ്റെ കൂടെ നിന്ന് നീ ബലി അർപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക.
പൗരോഹിത്യത്തിന് ദൈവസന്നിധിയിൽ കുറവൊന്നും വന്നിട്ടില്ല. അങ്ങനെ അച്ഛനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അടുത്ത പള്ളിയിൽ പോയി ബലി അർപ്പിക്കാമെന്ന് നീ വിചാരിക്കേണ്ട. കാരണം അങ്ങനെ നീ അവിടെ ചെന്നാലും ബലി അർപ്പിക്കുന്നത് ഈ ഈശോ തന്നെയാണ്, ഈ കർത്താവ് തന്നെ അവിടെ ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം നിനക്കോ നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലോ വൈദികരുമായിട്ടുണ്ടെങ്കിൽ ചെന്ന് കാല് വീണെന്ന് ക്ഷമ ചോദിച്ചുകൊള്ളുക. എന്നിട്ട് നീയും നിന്റെ ദേശവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. ഇല്ലെങ്കിൽ നീയും നിന്റെ ദേശവും ശപിക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ആര് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, നീ എന്നങ്ങ് ക്ഷമ ചോദിച്ചു. വൈദികരോട് വലിയ ആദരവോടുകൂടി പെരുമാറിക്കൊള്ളണം. ഇനി വന്ന് എൻ്റെ കൂടെ ഈ ബലി പൂർത്തിയാക്കുക. അങ്ങനെ ഈശോ വന്നു ബലി അർപ്പിക്കാനായിട്ട്. കൂടെ നിന്നപ്പോൾ ഈശോ പറഞ്ഞു, കണ്ടോ, ബലി അർപ്പിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കുക, ബലിപീഠത്തിൽ പരിശുദ്ധ അമ്മ നിന്ന് കത്തുന്നില്ലെങ്കിൽ അവിടെ ഒരു ബലി ഒരിക്കലും പൂർണ്ണതയിൽ അർപ്പിക്കപ്പെടുകയില്ല. കാരണം എൻ്റെ ജീവിതം ബലിയായി തീർന്നപ്പോൾ എൻ്റെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് വേണമായിരുന്നെങ്കിൽ, നിന്റെ ജീവിതം ബലിയായി തീരുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഇല്ലാതെ നീ എങ്ങനെ ബലി അർപ്പിക്കാനാ? അതുകൊണ്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വിശ്വസിച്ച് നന്ദി പറയുക. വിശുദ്ധർക്കും മാലാഖമാർക്കും എല്ലാം നന്ദി പറയണം. അവരെല്ലാവരും നിന്റെ കൂടെ ഈ ബലി അർപ്പിക്കാൻ വേണ്ടിയുണ്ട്. പിതാവേ, ഈ ബലി സ്വീകരിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നിലവിളിയോടുകൂടി അവിടെ നിൽക്കുക. അങ്ങനെ നീ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ദൈവം നിന്റെ ബലി സ്വീകരിക്കുക. ഇനി പ്രസംഗം വരെയും ഈശോ തന്നെ എൻ്റെ കൂടെ നിന്ന് ബലി അർപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞു, മോളെ, അനുരഞ്ജിതരായി തീർന്നിടാം, നവം ഒരു പീഠം ഒരുക്കിയിടാം എന്നൊക്കെ പറയുമ്പോൾ നീ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അനുരഞ്ജനപ്പെട്ട് ബലിപീഠം പണിതിട്ടൊക്കെയാണ് ബലി അർപ്പിക്കേണ്ടതെന്ന് ഞാനത് പണ്ടേ തന്നെ എഴുതി വെച്ചിരുന്നു, നിനക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ഇനി അനുരഞ്ജനപ്പെട്ടുകൊണ്ടാണ് എല്ലാ ബലികളും എല്ലാ സ്ഥലത്തും ബലി അർപ്പണം ആരംഭിക്കുന്നത്. ആ കാര്യമൊക്കെ നീ മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ ബലി അർപ്പിക്കാൻ നിന്നെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ എന്തുമാത്രം പിടിച്ചു വലിച്ച് ഞാൻ കൊണ്ടു നിർത്തിയാലും നിനക്ക് പല വിചാരം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവും, ഓരോ സാധനം പെറുക്കാനായിട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അച്ഛൻ കുർബാനയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകുന്ന പോലെ തന്നെയാണ് നീ ഇറങ്ങിപ്പോയാലും, പല വിചാരം കൊണ്ട് ഇറങ്ങിപ്പോയാലും. അതുകൊണ്ട് നിനക്ക് അങ്ങനെ പല വിചാരം വരാതിരിക്കാനും കാഴ്ചവസ്തു പെറുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നീ ഇറങ്ങിപ്പോകാതിരിക്കാനും വേണ്ടി എൻ്റെ മാലാഖയെ, എൻ്റെ ദൂതനെ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അവൻ പറയും, സമാധാനം നമ്മോടുകൂടെ എന്ന് വെച്ചാൽ കർത്താവ് നിന്റെ അടുത്ത് നിപ്പുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സമാധാനം നിന്റെ കൂടെ നിപ്പുണ്ട്, ഈശോ നിന്റെ തൊട്ടടുത്ത് നിപ്പുണ്ടെന്ന അർത്ഥം. അപ്പോൾ ഇടയ്ക്കെങ്ങാനും പല വിചാരം വന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞ് ഇത് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ. നീ ഇറങ്ങിപ്പോയാലും ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരിക, അയ്യോ ഈശോ അടുത്ത് നിപ്പുണ്ടല്ലോ എന്നോർത്ത് പെട്ടെന്ന് വന്ന് ബലി തുടരുക. അപ്പം അങ്ങനെ നിന്നെ ഞാൻ എത്രമാത്രം സഹായിക്കുന്നു ഒരു ബലി അർപ്പിക്കാൻ. അതിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് നിനക്കൊരിക്കലും മനസ്സിലായിട്ടില്ല. വെറുതെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, ബലി അർപ്പിക്കാൻ തന്നെയാണ് പറഞ്ഞത്. ബലി അവസാനിച്ചില്ല. ഒരു ബലി എൻ്റെ ബലി കാണിച്ചു തന്നു, നിന്റെ ബലി അവസാനിച്ചിട്ടില്ല. എൻ്റെ ബലി അർപ്പണം കഴിഞ്ഞു, അത് ഞാൻ നിനക്ക് കാണിച്ചു തന്നു. ഇനി എന്നോട് കൂടി നിന്റെ ബലി എല്ലാ ദിവസവും അർപ്പണം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ എന്നോടൊപ്പം നിന്ന് ബലി അർപ്പിക്കുക. ഇനി പ്രസംഗം കഴിഞ്ഞു. ഈശോ വന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് മനോഹരമായി ഈശോ പ്രസംഗിച്ചു. ഈശോ പറഞ്ഞു, നിന്റെ പ്രസംഗങ്ങൾ എല്ലാം എപ്പോഴും ദൈവരാജ്യത്തെ തൊട്ട് പോകണം. കാരണം പ്രത്യാശ നൽകുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളിലാണ് എപ്പോഴും ക്രൈസ്തവ ജീവിതം അടങ്ങിയിരിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രത്യാശ ദൈവരാജ്യത്തിലാണ്. ഈശോയുടെ കൂടെ വാഴുന്ന ആ ജീവിതത്തിന് വേണ്ടിയാ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെടുന്നത്. ഈ ബലി പോലും ദൈവരാജ്യത്തിലെ ജീവിതത്തിന് വേണ്ടിയാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തോട് കൂടെ അവിടെ വസിക്കുന്നതിൻ്റെ ഒരു ഓർമ്മ ആണ് ഇവിടെ ഈ ബലിയിൽ നീ ആഘോഷിക്കുന്നത്. അത് നീ അനുഭവിക്കുകയാണ് ഇവിടെ. അതിനു വേണ്ടി തിരുസഭ എല്ലാം ഒരുക്കിയിരിക്കുക. നീ അനുഭവിച്ച് ആഘോഷിക്കുന്നതിന് വേണ്ടി, വെറുതെ ഒരു ഓർമ്മ മാത്രമല്ലത്. ഓർമ്മയിൽ അനുഭവിച്ച് ആഘോഷിക്കുകയാണ് നീ ബലിയിൽ. ഈ കാര്യം കൂടി ഓർത്തുകൊണ്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ഈശോ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോളെ, ഊനമറ്റ കുഞ്ഞാടിനെ ബലി അർപ്പിക്കണമെന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്? അതെ. അപ്പോൾ പിന്നെ നീ ഈ കൊണ്ടുവന്ന് തന്ന സാധനമൊക്കെ എങ്ങനെ ബലി അർപ്പിക്കും? ഞാൻ പറഞ്ഞു, ഈശോ അതെല്ലാം കുറവുള്ള സാധനങ്ങളാണ്, ആ സാധനം ഒന്ന് മാറിക്കിട്ടുമല്ലോ എന്നോർത്താണ് ഞാനത് കൊണ്ടുവന്ന് തന്നത് തന്നെ. ഈശോ പറഞ്ഞു, എൻ്റെ മോളെ, സാധനം മാറിക്കിട്ടാൻ വേണ്ടി ബലി അർപ്പിക്കാൻ ഇങ്ങ് പോരരുത്. വിശുദ്ധ കുർബാന കൊണ്ട് ഒരു മാജിക്ക് കളിക്കാമെന്ന് നീ വിചാരിക്കരുത് ഒരിക്കലും. ഒരു സാധനം കൊണ്ടേ വെച്ചിട്ട് വേറൊരു സാധനം എടുക്കുന്നത് മാജിക്ക് കളിക്കുമ്പോഴാണ്.
വിശുദ്ധ കുർബാന മാജിക്കളിക്കാനുള്ളതല്ല. അർത്ഥം മനസ്സിലാക്കി സ്നേഹത്തോടുകൂടി ഒരു ബലി അർപ്പിച്ചോട്ടെ എന്ന് കരുതി ഞാനിതൊക്കെ നിനക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അതുകൊണ്ട് കാഴ്ച വസ്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നുകൊള്ളുക, എന്നാൽ അത് എന്ത് മാറ്റം വരുത്തണം എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. സ്നേഹത്തോടെ അർത്ഥം മനസ്സിലാക്കി ബലി അർപ്പിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഓരോ ബലിയിലും ദൈവം നീ ചോദിക്കുന്ന തരം മനസ്സാ ദൈവം പറഞ്ഞതുപോലെ നീ ആവുകയാണെങ്കിൽ, നീ ചോദിക്കുന്നത് എന്തും തരാൻ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചു തരാൻ എനിക്ക് മനസ്സാ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വസ്തുക്കൾ നമ്മൾ എങ്ങനെ ബലി അർപ്പിക്കും? ഇതെല്ലാം കുറവുള്ളതാണല്ലോ. ഞാൻ പറഞ്ഞു ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇതെങ്ങനെ ബലി അർപ്പിക്കും? പിന്നെ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യാം. ഈ കാഴ്ച വസ്തുക്കളെല്ലാം എടുത്ത് നീ പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുക. അമ്മ ബലിപീഠത്തിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. അമ്മ എൻ്റെ ഹൃദയത്തിലെ മുറിവിൽ ഈ കാഴ്ച വസ്തുക്കളെല്ലാം എടുത്ത് വയ്ക്കും. ഇവയെല്ലാം അമ്മ എൻ്റെ ഹൃദയത്തിൽ വയ്ക്കുക. എൻ്റെ ഹൃദയത്തിലെ ആ മുറിവ് നിനക്ക് വേണ്ടി ഉണ്ടായതാ, നിനക്കിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. അപ്പം അമ്മ എൻ്റെ ഹൃദയത്തിൽ വയ്ക്കും. എന്നിട്ട് നീ എന്നെ ബലി അർപ്പിക്കണം. ഞാൻ നിനക്ക് വേണ്ടി കുഞ്ഞാടായി തീരാം, ബലിയായി തീരാം. മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ അബ്രഹാമിന് കാണിച്ചു കൊടുത്ത ദൈവം കുരിശിൽ ഉടക്കി കിടക്കുന്ന എന്നെ നിനക്ക് കാണിച്ചു തരും. അപ്പോൾ നീ എന്നെ ബലി അർപ്പിക്കുക. നീ ബലിവസ്തുക്കളായി എല്ലാം ഒരുക്കി എന്നെ എടുത്ത് ബലിപീഠത്തിൽ വെച്ചിട്ട് പിതാവായി ദൈവത്തോട്, പിതാവെ ഈ ബലി സ്വീകരിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഭൂമിയിലേക്ക് നോക്കും. അപ്പോൾ നിന്നെ കാണുകയില്ല, എന്നെ കാണുകയുള്ളൂ. നീ എന്നെയാണല്ലോ ഒരുക്കി വെച്ചിരിക്കുന്നത്. നീ എൻ്റെ ഉള്ളിലായതുകൊണ്ട് കാണുകയില്ല. അപ്പോൾ ഞാൻ ഊനമറ്റ കുഞ്ഞാടായതുകൊണ്ട് ദൈവം നിന്റെ ബലി സ്വീകരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ നീ ഓർത്തുകൊള്ളുക, എൻ്റെ പിതാവിന് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് അവിടുന്ന് നിനക്ക് വേണ്ടി ഇത് അനുവദിച്ചതാണെന്ന് ഓർത്തുകൊള്ളണം. അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിച്ചതല്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവിടുത്തെ കണ്ണുകൾ അന്ധമായി തീരുകയാണ്. അങ്ങനെ എന്നെ കാണാതെ നിന്റെ ബലി സ്വീകരിക്കുക. എൻ്റെ വേദനയോ വിഷമങ്ങളോ ഒന്നും കാണാതെ നിന്റെ ബലി ദൈവപിതാവ് സ്വീകരിക്കുക. അത്രത്തോളമാണ് ദൈവപിതാവ് നിന്നെ സ്നേഹിച്ചതെന്ന് നീ അറിയുക. എന്നെ പോലും ബലി അർപ്പിക്കാൻ പാകത്തിന് ദൈവം നിന്നെ സ്നേഹിച്ചു. എൻ്റെ പിതാവിനെ പോലും വേദനിപ്പിക്കത്തക്ക വിധത്തിൽ അവിടുത്തെ പക്കൽ നിന്ന് വേർപെട്ട് നിന്നുകൊണ്ട് പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ബലിയായി തീരാൻ മാത്രം ഞാനും നിന്നെ സ്നേഹിച്ചു എന്ന് നീ മനസ്സിലാക്കുക. നിന്റെ ഉള്ളിൽ വസിക്കാൻ മാത്രം, സകല അശുദ്ധിയും സകല തിന്മകളും നിറഞ്ഞ നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ മാത്രം പരിശുദ്ധാത്മാവും നിന്നെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കുക. യാതൊരു അർഹതയും യോഗ്യതയും ഇല്ലാത്ത ബലി നീ അർപ്പിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിന്റെ ബലി സ്വീകരിക്കുകയാണ്, ഇറങ്ങി വന്ന് അഭിഷേകം ചെയ്യുക. ഇത്രമാത്രമാണ് പരിശുദ്ധാത്മാവ് നിന്നെ സ്നേഹിച്ചതെന്ന് നീ അറിയുക. നിന്നെ പിരിഞ്ഞ് ഒരിക്കലും പോകാതെ ലോകാവസാനം വരെ നിന്നോട് കൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്ന്, നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നും നീ മനസ്സിലാക്കുക. എൻ്റെ അമ്മയുടെ സ്നേഹവും നീ അറിയേണ്ടതാണ്. തൻ്റെ ഏകപുത്രനായ എന്നെ ബലിയർപ്പിക്കാൻ മാത്രം എൻ്റെ അമ്മ നിന്നെ സ്നേഹിച്ചു. അപ്പോൾ അമ്മയുടെ സ്നേഹവും നീ ഓർത്തുകൊള്ളണം. ഇത്ര വലിയ സ്നേഹത്തിൻ്റെ ബലിയാണ് നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നത്. അത് വെറുതെ ഒരു ഓർമ്മ മാത്രമല്ല, എത്രമാത്രം വലിയ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ സ്നേഹം കൂടി ചേർത്ത് വെച്ച ബലിയ നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ അർപ്പിക്കുന്നത്. അതിൻ്റെ വിലയും മഹത്വവും ഒക്കെ നിനക്ക് മനസ്സിലാകണം. വെറുതെ ഓർക്കാൻ വേണ്ടി അപ്പം തിന്നാനും വീഞ്ഞു കുടിക്കാനും അല്ല ഞാൻ പറഞ്ഞത്. സ്നേഹത്തിൻ്റെ ബലിയിൽ നീ പങ്കാളിയായി തീരുകയോ ചെയ്യുന്നത്. ഈ കാര്യം നീ മറക്കരുത്. ഇനി കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയമായി. എല്ലാം ഈശോ പറഞ്ഞതുപോലെ തന്നെ ക്രൂശ് രൂപ ഇറങ്ങി വന്നു, കാഴ്ച വസ്തുക്കളെല്ലാം എടുത്തു വെച്ചു, അതെല്ലാം വെച്ച് ബലി അർപ്പിച്ചു ഞാൻ. പിന്നീട് പരിശുദ്ധ അമ്മയുടെ ഒപ്പം നിന്ന് ബലിയർപ്പണം തുടരുകയാണ്. കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈശോ പറഞ്ഞു, ക്രൂശിൽ നിന്ന് ഞാൻ ഈശോയുടെ ഹൃദയവും രക്തവും എല്ലാം എടുത്തതിന് ശേഷം ക്രൂശ് തിരുവ് മാറിപ്പോയി. അതിനുശേഷം ഇതെല്ലാം ഒരുക്കി വെച്ചാണ് ബലിയർപ്പണം തുടർന്നത്. കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് തൊട്ട് മുമ്പായി ഈശോ പറഞ്ഞു, മോളെ, ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധ ത്രിത്വം എഴുന്നള്ളി വരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ വരും. കാഴ്ച വസ്തുക്കൾ രൂപാന്തരപ്പെടും.
അതുകൊണ്ട് വലിയ ഭയഭക്തി ആദരവോടുകൂടി ആയിരിക്കണം, വലിയ ആദരവോടുകൂടി ആയിരിക്കണം. ഈശോ ഹൃദയം എടുത്തുയർത്തി കൂദാശ വചനങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. വചനം മാംസമായി, വചനം മാംസമാകും, പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു എന്നല്ലേ പറയുക. ഇപ്പോൾ വൈദികൻ വചനം പറയും, പരിശുദ്ധാത്മാവ് വന്ന് വചനം മാംസമായി തീരും. വൈദികന്റെ കരങ്ങളിലെ തിരുവോസ്തി ഈശോയുടെ ഹൃദയമായി, ഈശോയായി മാറുകയാണ് ചെയ്യുക. എന്നാൽ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ നിനക്കൊരു കാരണവശാലും ഇന്ന സമയത്താണെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഇന്ന സമയത്തൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഇതുകൂടി മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഈ സമയത്ത് തന്നെയാണോ രൂപാന്തരം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നീ അവരോട് ഇങ്ങനെ പറയണം: കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് മുൻപ് ലോകത്തൊരു സ്ഥലത്തും വിശുദ്ധ കുർബാനയിൽ അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല. ലോകത്ത് ഏറ്റവും വലിയ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ലാൻസിയാനോയിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ, കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചതിന് ശേഷമാണ് അത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലായിക്കോളും. അതുകൊണ്ട് നീ വലിയ ആദരവോടുകൂടി പരിശുദ്ധ ത്രിത്വത്തെ ഇതാ ബലിപീഠത്തിലേക്ക് എഴുന്നള്ളി വന്ന് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വലിയ ആദരവോടുകൂടി, വലിയ ഭക്തിയോടുകൂടി നീ അവിടെ ആയിരിക്കാൻ ശ്രമിക്കുക. ഇനി ഈശോ വചനം പറയുമ്പോൾ, കൂദാശ വചനം പറയുമ്പോൾ ഈശോയുടെ ഹൃദയം എടുത്ത് ഉയർത്തി പറയുന്നുണ്ട്, ബലി അവിടെ നടക്കുന്നു, ഈശോയുടെ ബലി നടക്കുക, നീ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് നീ ചിന്തിക്കരുത്. പിന്നെയോ ഈശോ തൻ്റെ ഹൃദയം എടുത്ത് ഉയർത്തി ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ഈശോയുടെ ഹൃദയം മാത്രമല്ല, ഈശോ മുഴുവനും ഉണ്ട് അവിടെ. ഈശോയുടെ ശരീരം എടുത്ത് ഉയർത്തി ഇതെൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവനെന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈശോയുടെ ആ ഹൃദയത്തിനുള്ളിൽ നീ ഇല്ലേ? അതിനുള്ളിൽ നിന്നെ എടുത്ത് വെച്ചിട്ടില്ലേ? അപ്പോൾ നീയും കൂടെ ഈശോയുടെ ബലിയിൽ പങ്കാളിയാവുകയാണ്. അപ്പോൾ ഈശോയുടെ കൂടെ നിന്ന് ഈശോയുടെ ബലിയോട് ചേർന്ന് നീ പറയുകയാണ്, ഇതെൻ്റെയും ശരീരമാകുന്നു, ഇതെൻ്റെയും ശരീരമാണ്. എന്നെ വേണ്ടാത്തവർക്ക് വേണ്ടി, ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടി, എന്നെ വെറുക്കുന്നവർക്ക് വേണ്ടി, എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി, ദൈവത്തെ ഒരിക്കലും അറിയാത്തവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടുവാൻ എനിക്ക് മനസ്സാണെന്ന് ഈശോയുടെ കൂടെ നീ നിന്ന് സമ്മതിക്കുക. ഇങ്ങനെ ഈശോയ്ക്ക് വാക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും നീ അങ്ങനെ ജീവിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നീ ഈശോയെ ചതിക്കുകയല്ലേ ചെയ്തത്. എല്ലാ ദിവസവും നീ പറയും ഈശോയുടെ കൂടെ മുറിഞ്ഞുകൊള്ളാം, മറ്റുള്ളവർക്ക് വേണ്ടി മുറിഞ്ഞുകൊള്ളാം, പങ്കുവെച്ച് കൊടുത്തോളാം എന്നൊക്കെ നീ സമ്മതിക്കും. പക്ഷെ നീ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നീ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു ചെറിയ സഹനം വരുമ്പോൾ പോലും നിനക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഈശോയ്ക്ക് വേണ്ടി എന്നാൽ അത് സ്വീകരിക്കാൻ നീ വിചാരിക്കുന്നില്ലല്ലോ. ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട്, ഒന്ന് സ്നേഹിക്കാനായിട്ട്, ഒന്ന് അംഗീകരിക്കാനായിട്ട്, എതിർത്തൊന്നും പറയാതിരിക്കാനായിട്ടൊന്നും നിനക്ക് പറ്റുന്നില്ലല്ലോ. ഇനി ഈശോയുടെ രക്തം എടുത്തുയർത്തുമ്പോൾ ഈശോയുടെ എല്ലാ സഹനങ്ങളിലും നീയും പങ്കാളിയാകാമെന്ന് നീ സമ്മതിക്കുക. പക്ഷെ ഒരു ചെറിയ സഹനം പോലും നീ സ്വീകരിക്കുന്നില്ല. രക്തത്തോടൊപ്പം നീയും രക്തം ചിന്താൻ തയ്യാറാണെന്ന് പറയുമ്പോൾ രക്തം ചിന്തുമ്പോൾ വേദന എടുക്കൂലേ? അങ്ങനെ വേദനിക്കാമെന്നോ രക്തം ചിന്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ജീവനായി കൊള്ളാമെന്നോ ഒക്കെ നീ സമ്മതിച്ചിട്ട് നീ അങ്ങനെ ആകുന്നുണ്ടോ? നീ അങ്ങനെ ആകുന്നില്ലല്ലോ. ഈശോയ്ക്ക് വാക്ക് കൊടുത്തിട്ട് ഇവിടെയും നീ ഈശോയെ ചതിക്കുകയല്ലേ ചെയ്തത്. ഇനി അങ്ങനെ ചെയ്യരുത്. ഈശോയോട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചെറിയ കാര്യമെങ്കിലും ഈശോയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും നിനക്ക് ചെയ്യാൻ പറ്റണം. ഒരു കുഞ്ഞു കാര്യമെങ്കിലും ക്ഷമിക്കാൻ, ഒരു കുഞ്ഞു കാര്യമെങ്കിലും സഹിക്കാൻ, ഒന്ന് അംഗീകരിക്കാൻ ഒന്ന് നീ ശ്രമിച്ചു നോക്കുക. എന്നിട്ട് ഈശോയുടെ ബലി അർപ്പിക്കാൻ വരുമ്പോൾ ആ ബലിക്കൊരു പൂർണ്ണതയുണ്ടായിരിക്കും, ആ ബലി കൂടുതൽ അർത്ഥപൂർണമായിരിക്കും. അപ്പം അതൊക്കെ നീ ശ്രദ്ധിച്ചു കൊള്ളണം. ഇനി കൂദാശ വചനങ്ങൾ കഴിഞ്ഞു, മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. ബലി അർപ്പണവും മധ്യസ്ഥ പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്. ബലി അർപ്പിക്കാനുള്ള വസ്തുക്കളെല്ലാം തലേദിവസം തന്നെ കൊണ്ടുവരണം, ഒരുക്കി വെക്കണം. അത് നേരത്തെ തന്നെ ഒരുക്കി വെച്ച് തന്നെ കൊണ്ടുവരേണ്ടത്, വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരികയോ ചെയ്യണം. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള കാര്യങ്ങൾ എന്തുമാത്രം വേണമെങ്കിലും നിനക്ക് പറയാം. അത് നിനക്ക് എത്രമാത്രം വേണമെങ്കിലും പറയാം.
അതെല്ലാം തിരുസഭയ്ക്ക് പല ആവശ്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ നിൻ്റെ ആവശ്യങ്ങളും ഒക്കെ എല്ലാം ചേർത്ത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക. സഭയുടെ ആവശ്യങ്ങൾ, നിൻ്റെ ആവശ്യങ്ങൾ, നിന്നോട് ചോദിച്ചിരിക്കുന്നവരുടെ ആവശ്യമൊക്കെ പറഞ്ഞു. പക്ഷേ ബലിയർപ്പിക്കാനുള്ളത് നേരത്തെ കൊണ്ടുവന്നിട്ടായിരിക്കണം. ഇനി എന്തെങ്കിലും മറന്നുപോയി, ഈ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ബലിയർപ്പിക്കാനുണ്ടെങ്കിൽ അടുത്ത ദിവസം ബലിയർപ്പിക്കാം, അതിനടുത്ത ദിവസം പോയിക്കൊള്ളുക. ഇനി മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നീ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിന്നെയും നിന്റെ ബലിവസ്തുക്കളെയും എല്ലാം അഭിഷേകം ചെയ്യുകയാണ്. ഇനി മറ്റൊരു ദൗത്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കുകയാണ്, അഭിഷേകം ചെയ്ത് ഒരുക്കുകയാണ്. ഈ സമയത്ത് നീ ആദരവോടുകൂടി ശിരസ് കുനിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ, ഇനി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥന എന്തു തന്നെയാണെങ്കിലും ആ സമയത്ത് ആദരവോടുകൂടി ശിരസ് കുനിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവേ, നിന്റെ ഫലങ്ങളാൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഫലങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് വരങ്ങൾ താനെ ഒഴുകിക്കൊള്ളും. ഇനി പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പങ്കുവെച്ച് കൊടുക്കാനുള്ള കൃപ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കുർബാനയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദരവോടുകൂടി ശിരസ് കുനിച്ച് നീ സ്വീകരിക്കുക പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് സർവ്വശക്തിയോടും കൂടി എഴുന്നള്ളി വരുന്നത് വിശുദ്ധ കുർബാനയിലേക്ക്. ഇന്ന് പരിശുദ്ധാത്മാവ് സർവ്വശക്തിയോടും കൂടി ഇറങ്ങി വരും ഓരോ വിശുദ്ധ കുർബാനയിലേക്കും, ആദിമ സഭയിൽ വന്നതുപോലെ തന്നെ. അങ്ങനെ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിക്കുന്നുമില്ല, നീയോട്ട് അറിയുന്നു പോലുമില്ല. ആ സമയത്ത് എപ്പോഴാണ് കുർബാന തിരുന്നോർത്തായിരിക്കും നീ നിൽക്കുന്നത്. എന്നാൽ അങ്ങനെ ആദരവോടുകൂടി നിന്ന് നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇനി നീ സ്വീകരിക്കുന്നില്ല എങ്കിൽ നിനക്ക് വേണ്ടാത്തത് കൊണ്ട് വരുന്ന പരിശുദ്ധാത്മാവ് ഫലരഹിതമായി മടങ്ങി പോവുകയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ടാൽ, അവിടുത്തെ അനുഗ്രഹങ്ങൾ പുറപ്പെട്ടാൽ അത് ഫലരഹിതമായി മടങ്ങി പോവുകയില്ലാത്തത് കൊണ്ട്, നീ സ്വീകരിക്കാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ ശിരസിന് മുകളിൽ വീണിട്ട് പുറത്തേക്ക് ഒഴുകിപ്പോകും. അങ്ങനെ ഒഴുകുന്ന പരിശുദ്ധാത്മാവിനെ എവിടെയെങ്കിലും ഇരുന്ന് കൈയടിച്ച് പാട്ടുപാടി പരിശുദ്ധാത്മാവെ വരണമേ എന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവർ സ്വീകരിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തിട്ട് ഇറങ്ങിപ്പോകുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവ് ആദ്യം വന്നത് നീ ഇരിക്കുന്ന സ്ഥലത്തേക്കാണെന്ന് നീ മറന്നുപോയി, നീ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി തീവ്രമായി പ്രാർത്ഥിച്ച് അത് അവിടുത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥനയുടെ സമയം മുഴുവൻ നിന്റെ ബലിവസ്തുക്കൾ മുഴുവൻ ദൈവം സ്വീകരിച്ചു, എല്ലാം മാറി രൂപാന്തരപ്പെട്ടു. ഇനി നീ പോയി അത് സ്വീകരിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നന്ദി കൊണ്ട് നിന്റെ ഹൃദയം നിറയണം, നന്ദി കൊണ്ട് നിന്റെ ഹൃദയം നിറയണം. പരിശുദ്ധാത്മാവ് വന്ന് എല്ലാ വസ്തുക്കളെ അഭിഷേകം ചെയ്തിരിക്കുക. ഇനി നിന്റെ പങ്ക് നിനക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ നീ ആദ്യം ഒന്ന് പങ്കുവെച്ചു കൊടുക്കാൻ തീരുമാനിക്കുക. നിനക്ക് എന്ത് കൊടുക്കാനുണ്ട് ദൈവത്തിന്? ഇങ്ങോട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ ദൈവത്തോട്. അങ്ങോട്ട് നിനക്ക് എന്ത് കൊടുക്കാനുണ്ടെന്ന് ചിന്തിക്കുക. കർത്താവേ, 1 മണിക്കൂർ സമയം ഞാൻ പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ 1 മണിക്കൂർ സമയം നീ മുറിച്ചു കൊടുത്തു. വീണ്ടും നീ പറയുക, കർത്താവേ, ഞാൻ 1 മണിക്കൂർ സമയം ശുശ്രൂഷ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിന്റെ ജീവിതത്തിലെ ആരോഗ്യത്തോട് ശുശ്രൂഷ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, അത് നീ ചെയ്തു കൊടുത്തപ്പോൾ 1 മണിക്കൂർ സമയം നിന്റെ അധ്വാനം നീ മുറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കർത്താവെ, എൻ്റെ ദശാംശം കൊടുക്കാം, അധ്വാനത്തിൻ്റെ ഫലം കർത്താവിന് മുറിച്ചു കൊടുക്കുകയാണ് നീ ചെയ്തത്. ഇങ്ങനെ ഓരോന്നും നീ കർത്താവിന് മുറിച്ചു കൊടുക്കാമെന്ന് അവിടെ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ തീരുമാനമെടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ അഥവാ മറന്നുപോയാലും പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഏറെക്കാലം നിനക്ക് പരിശുദ്ധാത്മാവിനെ കബളിപ്പിച്ച് ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ബലിയർപ്പണത്തിന് സമയത്ത് തന്നെ തീരുമാനം എടുത്തു കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക. നിന്റെ പള്ളിയിൽ നിന്ന് നാണയത്തൊട്ടുകൾ വലിച്ചെറിയുന്നതിൻ്റെ സ്വരം കേൾക്കാൻ എനിക്കിഷ്ടമില്ല. നീ ഇപ്പോഴും ആ ലോകത്തിലാണ്. നാണയത്തൊട്ടുകൾ വലിച്ചെറിയുന്നതിൻ്റെ സ്വഭാവം അവസാനിപ്പിക്കുക. കാരണം 6 ദിവസവും നോട്ട് കെട്ടുകൾ വലിച്ചെറിയാനുണ്ട് നിനക്ക്. സ്വർണ്ണക്കടയിലും തുണിക്കടയിലും മാർക്കറ്റിലും ഷോപ്പിംഗ് കോംപ്ലക്സിലും എല്ലാ സ്ഥലത്തും നിനക്ക് എവിടെയെല്ലാം പോകണമോ അവിടെയെല്ലാം കെട്ടിടം പണിയാനും സ്ഥലം മേടിക്കാനും വണ്ടി മേടിക്കാനും എല്ലാം നോട്ട് കെട്ടുകൾ 6 ദിവസവും നീ വാരി എറിഞ്ഞിട്ട് 7ാമത്തെ ദിവസം എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം നാണയത്തൊട്ടെടുത്തിടും. അപ്പോൾ നിനക്ക് നല്ല നോട്ടൊന്നും നിന്റെ കയ്യിൽ തടയുകയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ?
നിൻ്റെ കയ്യിലില്ല എന്ന് നീ പറഞ്ഞാൽ എനിക്കറിയാം നിൻ്റെ ബാഗിലുണ്ടോ, നിൻ്റെ പെട്ടിയിലുണ്ടോ, നിൻ്റെ പേഴ്സിലുണ്ടോ, നിൻ്റെ മുറിയിലിരിപ്പുണ്ടോ, എവിടെയാണ് നിൻ്റെ പണം ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നോട് നീ ഇല്ലെന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിലില്ലെങ്കിൽ എനിക്കറിയാം. ഇല്ലെന്ന് പറഞ്ഞ കർത്താവേ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കറിയാമല്ലോ, ഉണ്ടെങ്കിലും എനിക്കറിയാം നീ എന്താ പറയുന്നതെന്ന്. അതുകൊണ്ട് നീ ആ നാണയത്തൊട്ടുകളുടെ സ്വരം ഇനി അവസാനിപ്പിക്കുക. എന്നിട്ട് ദൈവത്തിന് കൊടുക്കാൻ പഠിക്കുക. ദൈവം ഒരിക്കലും നിനക്ക് കടക്കാരനായിരിക്കുകയില്ല. അപ്പം നീ പറയായിരിക്കും, പള്ളിക്ക് എന്തിനാ കാശ്, വേണ്ട സ്വത്തുണ്ടല്ലോ, അല്ലെങ്കിൽ അവരെടുക്കും ഇവരെടുക്കും എന്നൊക്കെ പറയും. നീ പള്ളിക്കും അച്ഛനും ഒന്നും കാശ് കൊടുക്കണ്ട, ദൈവത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക. ദൈവത്തിന് കൊടുത്തത് കൊണ്ട് ദൈവം പിന്നെ എന്ത് ചെയ്യുമെന്ന് അന്വേഷിക്കാനായിട്ട് നീ ഇവിടെ പോവുകയും വേണ്ട. നീ കൊടുക്കാനുള്ളത് കൊടുക്കുക. നീ കൊടുക്കുന്നത് ദൈവത്തിനാ. ദൈവത്തിൻ്റെ പണത്തിൽ നിന്ന് അല്പമെങ്കിലും എടുത്താൽ, അതിൽ നിന്ന് അല്പമെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് മേടിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് നീ ആ കണക്കും കാര്യമൊന്നും അന്വേഷിക്കാൻ പോകണ്ട. എൻ്റെ പണത്തെ തൊടുന്നവരുടെ കയ്യിൽ നിന്ന് അത് തലമുറകളോട് പോലും മേടിക്കാൻ എനിക്കറിയാം. അതുപോലെ തന്നെ എൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു തരുന്ന ഒരു ചില്ലി കാശിന് പോലും തലമുറകളെ അനുഗ്രഹിക്കാനും എനിക്കറിയാം. ഞാനൊരിക്കലും നിനക്ക് കടക്കാരനായിരിക്കില്ല. നിൻ്റെ മക്കളെല്ലാ ആവശ്യത്തിനും നിന്നോട് പൈസ ചോദിക്കും, നീ കൊടുക്കുകയും ചെയ്യും. പക്ഷേ സ്തോത്രക്കാഴ്ച ഇടാൻ മാത്രം അവർ നിന്നോട് കാശ് ചോദിക്കുകയില്ല. അതെന്താ? നീ അവരെ അത് പഠിപ്പിച്ചിട്ടില്ല. ദൈവത്തിന് കൊടുത്ത് നീ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്കറിയത്തില്ല. കുഞ്ഞുങ്ങൾക്കും ഒരു കാര്യം അറിയാവുള്ളൂ, ദൈവത്തിന് നാണയം കൊടുക്കണം, ചില്ലറ കൊടുക്കണം ദൈവത്തിന്. അങ്ങനെ ചില്ലിത്തൊട്ടുകൾ ദൈവത്തിന് എറിഞ്ഞു കൊടുത്ത് നീ അവരെ വളർത്തിയാൽ, അങ്ങനെ പഠിപ്പിച്ച് വളർത്തിയാൽ, വളരുമ്പോൾ നിനക്കും അവർ അതേ എറിഞ്ഞു തരികയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് നൽകുക, ദൈവം നിനക്കും തരും. ദൈവം നിനക്കൊരിക്കലും കടക്കാരനായിരിക്കില്ല. തരുമ്പോൾ നീ ഓർക്കുക, നീ എനിക്ക് വലിയ ഔദാര്യമൊന്നും തരുന്നതല്ല, നിന്റെ കയ്യിൽ ഞാൻ തന്നിട്ട് അതിൽ നിന്നാണ് നീ എനിക്ക് തരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ നിനക്ക് വിറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തരാത്തതൊന്നും നിൻ്റെ കയ്യിലില്ല, അതിൽ നിന്നാണ് നീ എനിക്ക് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ അതിൽ വലിയ അഭിമാനമൊന്നും വിചാരിക്കുകയും വേണ്ട. ദൈവസന്നിധിയിൽ ദൈവത്തിന് നൽകുക. ഈ കാര്യം ഓർക്കുക. അതോടൊപ്പം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപങ്ങളെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുമെന്നറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നീ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ആദ്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നീ അത് വീണ്ടും ഓർക്കും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി കർത്താവിനോട്, കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഒരുങ്ങുക, ഒന്നുകൂടി ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുക. ബലി കഴിഞ്ഞു, ഇനി വിരുന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഈശോ ഉള്ളിലേക്ക് എഴുന്നള്ളി വരാൻ പോവുകയാണ്. നീ ഒരുങ്ങുക, കൂടുതൽ തീവ്രമായി ഒരുങ്ങുക ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരുങ്ങുമ്പോൾ ആദ്യം നീ പറയാൻ മറന്നു പോയെങ്കിൽ ഈ സമയത്ത് പരിശുദ്ധ അമ്മയോടും യേശുപിതാവിനോടും പറയണം പുൽക്കൂട് പണിത് തരുന്ന കാര്യം. ആദ്യം മറന്നു പോയെങ്കിൽ ഇപ്പോഴെങ്കിലും പറയുക. എന്നിട്ട് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി പോയി നിൽക്കുക. പാപങ്ങൾക്കും അപരാധങ്ങൾക്കും എല്ലാം ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട്, കർത്താവേ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ പോയി നിൽക്കുമ്പോൾ ഇനി നീ ഒത്തിരി സംസാരിക്കണ്ട. കാരണം ഇത്രയും സമയം നീ തലേദിവസം തൊട്ട് സംസാരിക്കുമായിരുന്നില്ലേ? ബലിവസ്തുക്കൾ എടുക്കുന്നതിന് മുമ്പ് തൊട്ട് ദൈവത്തോട് ബലിയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇനി ഒത്തിരി കാര്യമൊന്നും പറയണ്ട. ഇനി പോയി ഈശോയോട് സ്വീകരിക്കാനായിട്ട് ഈശോയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ നീ ഇങ്ങനെ പറയണം, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഐ ആം ഹിയർ. ഞാൻ ചോദിച്ചു, ഈശോയെ ഇത്രയും സമയം നീ മലയാളം പറയായിരുന്നു, പിന്നെ എന്താ നീ ഇപ്പം ഇംഗ്ലീഷ് പറഞ്ഞ്? ഈശോ പറഞ്ഞു, മോളെ എൻ്റെ മക്കൾക്ക്, ലോകത്തിലുള്ള എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. എൻ്റെ മക്കളെല്ലാവരും കൂടി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള കൊതി കൊണ്ട് പറഞ്ഞതാ. നിനക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ ഏത് ഭാഷ വേണമെങ്കിലും പറഞ്ഞോ. ഇനി ഇതാ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിൻ്റെ അടുത്തേക്ക് വരിക. പക്ഷെ ഞാനിവിടെയുണ്ട്, നിൻ്റെ തൊട്ടടുക്കലുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഞാൻ നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ദൈവസ്നേഹമാണെന്ന് നിനക്കറിയത്തില്ലേ? ദൈവസ്നേഹമാണെന്ന് നിനക്കറിയത്തില്ലേ? അപ്പം നീ എന്നോട് പറയുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഇത്രയും കാലം അങ്ങനെ ഒരു കാര്യം നീ പറഞ്ഞിട്ടില്ല ഹൃദയം കൊണ്ട്. വെറുതെ ചിലപ്പോൾ രസത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടതുകൊണ്ട്. അല്ലാതെ ഹൃദയം കൊണ്ട് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് ആദ്യമായിട്ടാണ് നീ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ സ്നേഹം തന്നെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് കണ്ണ് കാണത്തില്ല. നീ മുമ്പ് ആരായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകും. ഇപ്പോൾ നീ ആരാണെന്നുള്ള കാര്യം ഞാൻ മറന്നു പോകും. ഇനിയിപ്പോൾ നീ ആരായി തീരുമെന്ന് ഞാൻ ചിന്തിക്കുകയല്ല. സ്നേഹം തന്നെയായ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് നീ പറയുമ്പോൾ നിൻ്റെ ഹൃദയത്തിലേക്ക് ദിവ്യ കാരുണ്യമായി, സ്നേഹമായി പറന്നിറങ്ങുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഞാൻ വന്ന് വസിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വം നിന്റെ ഉള്ളിലാണ്. സ്നേഹം തന്നെയായ ഞാൻ നിന്റെ ഉള്ളിൽ വന്ന് സ്നേഹമായി വസിക്കുമ്പോൾ നീയും സ്നേഹമായി മാറുകയാണ്. അപ്പോൾ ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് നീ ഓർക്കുക. നീ പക്ഷേ വിചാരിച്ചത് എന്നെ പോലെ കുറച്ച് അടയാളവും അത്ഭുതമൊക്കെ ചെയ്ത് വലിയൊരാളായി നീ മാറണമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ അങ്ങനെ പറഞ്ഞാണ് നീ ഓർത്തത്. പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത്. എന്നെ പോലെ സ്നേഹമായി, നന്മയായി, ക്ഷമയായി, കരുണയായി, ത്യാഗമായി, സമർപ്പണമായി എല്ലാം നീ മാറണം. അങ്ങനെ എന്നെ പോലെ ആവണമെന്നാണ് ഞാൻ ഓർത്തത്. ഇനി പരിശുദ്ധ ത്രിത്വം നിന്റെ ഹൃദയത്തിൽ വന്ന് വസിച്ചു, വന്ന് വിറക്കുകയാണ് ഈശോ. അപ്പോൾ പരിശുദ്ധ ത്രിത്വമാണ് ഉള്ളിൽ. അപ്പോൾ പരിശുദ്ധ അമ്മയും യേശു പിതാവും സകല വിശുദ്ധരും മാലാഖമാരും സ്വർഗം മുഴുവൻ നിന്റെ ഹൃദയത്തിലുണ്ട്. ദൈവരാജ്യം നിന്റെ ഉള്ളിൽ തന്നെയാണ്. അത് നീ പുറമേ ഒന്നും തേടി നടക്കേണ്ട. ദൈവരാജ്യം നിന്റെ ഉള്ളിൽ തന്നെയാണ്. ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ് ഇനി നീ ജീവിക്കേണ്ടത്. അപ്പോൾ ഇനി ഈശോ ഹൃദയത്തിൽ പിറന്നു എന്നുള്ളതിന് ഒരടയാളമേ ഉള്ളൂ. നക്ഷത്രം ഉദിക്കുക എന്ന അടയാളം മാത്രം. വേറൊരു അടയാളവും ഈശോ പിറന്നു എന്നുള്ളതിനില്ല. നക്ഷത്രം ഉദിക്കുക എന്ന അടയാളം മാത്രമേ ഉള്ളൂ. അതായത് നീ ആരോടെങ്കിലും ചെന്ന് യേശു പിറന്നു, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ രക്ഷിക്കും, ഒരു ധ്യാനം കൂടണം, പ്രാർത്ഥിക്കണം, സമാധാനിപ്പിക്കും ദൈവം, യേശു ദൈവമാണെന്നൊക്കെ നീ എന്ന് പറയുമ്പോൾ അവർ നിന്റെ നേരെ സൂക്ഷിച്ചു നോക്കും. എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. മാറ്റത്തിൻ്റെ ഒരു നക്ഷത്രം നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കും. ഇന്നലെ വരെ കണ്ട ആൾ തന്നെയാണോ എന്നോട് ഈ സംസാരിക്കുന്നത്? ആ മനുഷ്യൻ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നക്ഷത്രം ഉദിച്ചു. അവർക്ക് നക്ഷത്രം കാണാൻ പറ്റിയാൽ നിനക്കറിയില്ലേ, ഇതാ ദൂതന്മാരും രാജാക്കന്മാരും ഇടയന്മാരും നിന്റെ മുമ്പിൽ വന്ന് ദൈവത്തെ കണ്ട് ആരാധിക്കും. ഇടയന്മാർ പോലും വരും. പണക്കാരല്ല, രാജാക്കന്മാർ തന്നെയാണ് വരിക. ഇടയന്മാരും വരും. അവർ നിന്നെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുകയല്ല. പാവപ്പെട്ടവർ നിന്നെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുകയല്ല. കാരണം നക്ഷത്രം ഉദിച്ച് അവർക്ക് കാണാം. അതുകൊണ്ട് അവരും വന്ന് ദൈവത്തെ ആരാധിക്കും. നീ പറയുന്നത് അവർ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. ഇന്നലെ വരെ ജീവിച്ച പോലെ നീ ജീവിച്ചിട്ട് നീ ഒന്ന് 10,000 കൊല്ലം സുവിശേഷം പറഞ്ഞാലും ആർക്കും ഒരു മാറ്റം ഉണ്ടാവില്ല. നിന്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവണം. നക്ഷത്രം ഉദിക്കുന്ന ജീവിതത്തിന് വേണ്ടി ബലിയായി തീർന്നവൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് ബലിയായി തീരാൻ ഒരു ജീവിതം തുടങ്ങുകയാണ്, ഒരു യാത്ര തുടങ്ങുകയാണ്. ബലിയായി തീർന്ന യാത്ര തന്നെ വേണം നടത്താൻ. കാരണം ബലിയായി ഈ ജീവിതം തീർന്നില്ലെങ്കിൽ ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് സ്വർഗത്തിൽ നിനക്ക് പ്രവേശനമില്ല. അപ്പോൾ പിന്നെ ബലി അർപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് ബലി അർപ്പിക്കാൻ തന്നെയാണ്. ബലിയായി തീരാനായിട്ട് തന്നെ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ പരിശുദ്ധ ത്രിത്വം നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് സ്വർഗം മുഴുവൻ നിന്റെ ഉള്ളിലുണ്ട്. തിരുസഭ മുഴുവൻ നിന്റെ കൂടെയുണ്ട്. ഇനി പോയി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണ്ട. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് വേണ്ടിയുള്ള ജീവിതമാക്കി നീ മാറ്റും. കുറേ പണം നിന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി അതെടുത്ത് ഉപയോഗിക്കും. ഈശോയുടെ കാര്യമൊക്കെ മറന്നുപോകും. സ്ഥാനമാനങ്ങളോ പദവികളോ കിട്ടിക്കഴിയുമ്പോൾ അതൊന്നും ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കില്ല. നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതെല്ലാം നീ ഉപയോഗിക്കും. അങ്ങനെ നിനക്ക് അനുഗ്രഹത്തിന് പകരം ശാപം കിട്ടും. അതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ട, ഈശോയുടെ കൂടെ ജീവിക്കുക. കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. ഈശോയുടെ കൂടെ ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് പല ആവശ്യങ്ങളും വരും. അപ്പോൾ ആവശ്യമൊക്കെ നിന്നോട് പറയും. അപ്പോൾ അവന് വേണ്ടത് നീ ചെയ്തു കൊടുത്താൽ മതി. ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ജീവിതത്തിന് വേണ്ടി തയ്യാറായി ഈശോയെ സ്വീകരിച്ചു. ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോ നിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നീ ഈശോയ്ക്ക് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നീ ആദ്യം മനസ്സിലാക്കേണ്ടത് നിന്റെ കാവൽ മാലാഖയാണ് ഏറ്റവും ആദ്യം നിന്റെ മുമ്പിൽ വരിക. എന്നിട്ട് നിന്റെ മുമ്പിൽ നിന്റെ ഉള്ളിൽ എഴുന്നള്ളി വന്ന് നിന്റെ ദൈവത്തെ നിന്റെ കാവൽ മാലാഖ ആരാധിക്കും. അതിനുശേഷമാണ് നീ ഈശോയെ സ്വീകരിച്ച് ഉള്ളിലേക്ക് ഉൾക്കൊണ്ടതിന് ശേഷം മാലാഖ അവിടെ നിന്ന് പോവുകയുള്ളൂ. ഇത് നീ മനസ്സിലാക്കി വലിയ ആദരവോടുകൂടി നീയും അവിടെ ആയിരിക്കുക. കാരണം മാലാഖ ആരാധിക്കുന്നത് നീ കാണുന്നുണ്ടല്ലോ. എത്രമാത്രം ആദരവോടുകൂടി ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് കുമ്പിട്ട് നിലത്ത് വീണ് കിടന്ന് അവൻ പറയുന്നത്. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടിട്ട് അവൻ പറയുന്നത്. അപ്പോൾ നീ എങ്ങനെയാ അവിടെ നിന്ന് ദൈവത്തിന് നന്ദി പറയേണ്ടത്? എങ്ങനെ നന്ദി പറയണം? വർഷത്തിൽ ഒരിക്കലെങ്കിലും നന്ദിയുടെ ഒരു ബലി നീ എനിക്ക് അർപ്പിക്കാവോ? നിനക്കെന്നും ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും. നിൻ്റെ പിറന്നാളിൻ്റെ അന്ന്
അല്ലെങ്കിൽ നിൻ്റെ ഫീസ്റ്റിൻ്റെ അന്നോ എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും നന്ദിയുടെ ഒരു ബലി നീ എനിക്ക് അർപ്പിക്കാവോ? അല്ലാതെ ഒത്തിരി കാര്യം ഉണ്ടാവില്ലേ? ഒരു ദിവസം മതി. നിനക്ക് എന്ന് ഒത്തിരി കാര്യമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു ദിവസമെങ്കിലും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പരാതിയില്ലാതെ നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ടാണ്. എൻ്റെ കുഞ്ഞ് അങ്ങനെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, ഒരു ദിവസം നന്ദിയുടെ ഒരു ബലി നീ എനിക്ക് അർപ്പിക്കാവോ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാം. ഈശോ പറഞ്ഞു, ഇനി നീ ബലി തുടരുക. ഈശോയെ സ്വീകരിച്ചു. ഈശോയോട് നിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊള്ളുക. നീ ഇന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്, ആരെ കാണാൻ പോവുകയാണ്, മറ്റുള്ളവർക്ക് നിന്നോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം നിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം നീ രാവിലെ തന്നെ ഈശോയോട് പറയണം. നിൻ്റെ ആഗ്രഹങ്ങളും നിൻ്റെ പ്രതീക്ഷകളും നിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും, ആ വിത്തുകളെല്ലാം ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് വിതയ്ക്കാൻ കാലമാകുമ്പോൾ വിതച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് എല്ലാം ഏൽപ്പിക്കുക. അതെല്ലാം കഴിഞ്ഞ് ബലിയർപ്പണം അവസാനിക്കാൻ പോവുകയാണ്. എന്ത് സാധനമാണ് വാങ്ങിച്ചതെന്നറിയാതെ ആ സാധനം കൊണ്ട് പോയാൽ നീ എന്ത് ചെയ്യും? ആ സാധനം വെറുതെ കൊണ്ട് നശിപ്പിച്ച് കളയും. എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ വൈദികം പറയും, എന്ത് സാധനമാണ് ഇവിടുന്ന് വാങ്ങിച്ചത്, അതുകൊണ്ട് പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറയും. അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതുവരെ നീ അത് ശ്രദ്ധിച്ച് കേട്ടിട്ടില്ല. കുർബാന സ്വീകരണം കഴിഞ്ഞ് പിന്നെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് ഇന്ന് വരെ നീ ശ്രദ്ധിച്ച് കേട്ടിട്ടില്ല. നീ എന്ത് സാധനം വാങ്ങിച്ചതെന്ന് അതും കൊണ്ട് പോയി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതറിയത്തില്ലാത്തത് കൊണ്ട് ഇതുവരെ വാങ്ങിച്ചു കൊണ്ടുപോയ സാധനമെല്ലാം വെറുതെ കൊണ്ടേ കളഞ്ഞു. എങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ഞാൻ ശ്രദ്ധിച്ച് നിന്ന് കേട്ടു എല്ലാം. കുർബാന പുസ്തകം അടച്ചു വെച്ചിട്ട് വൈദികം പറയുന്നത് കേൾക്കുക. നന്ദിയുടെ പ്രാർത്ഥനയൊക്കെ കുർബാന പുസ്തകം നോക്കി ചൊല്ലിക്കുക. അത് കഴിഞ്ഞ് അങ്ങ് അടച്ചു വെച്ചേക്കണം. എന്നിട്ട് ശ്രദ്ധിച്ച് കേട്ടു. എല്ലാം സ്വീകരിച്ചു, മനസ്സിലാക്കി, ഉൾക്കൊണ്ടു. അതിനുശേഷം ഈശോ പറഞ്ഞു, ഇനി വൈദികൻ ബലിപീഠം ചുംബിച്ച് പിൻവാങ്ങുകയാണ്. അപ്പോൾ നീ അങ്ങോട്ട് നോക്കുക. ഞാൻ നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മ വൈദികന് നേരെ തിരിയുകയാണ്. ഇത്രയും സമയം അമ്മ ജനത്തിന് നേരെ നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വൈദികന് നേരെ അമ്മ തിരിഞ്ഞു. എന്നിട്ട് വൈദികൻ ബലിപീഠം ചുംബിച്ചിരുന്നു പറഞ്ഞപ്പോൾ അമ്മ വൈദികനെ ആശീർവദിച്ചു. എന്നിട്ട് വൈദികനെ അനുഗ്രഹിച്ചു. പിന്നെ 2 കരങ്ങളും വൈദികന് നേരെ കൂപ്പി. എന്നിട്ട് കണ്ണുനീരോടുകൂടി അമ്മ വൈദികനോട് പറയുകയാണ്, എൻ്റെ മകനെ ഒത്തിരി നന്ദി, ഒരുപാട് നന്ദി മോനെ, ഒത്തിരി നന്ദി കേട്ടോ. എൻ്റെ മകനെ എന്ന അമ്മ പറഞ്ഞത് എന്താന്നോ, തൻ്റെ മകൻ തന്നെയാണ് അവിടെ ബലിയർപ്പിച്ചതെന്നുള്ള കാര്യം അമ്മയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ വൈദികൻ്റെ യോഗ്യതയും അളവുകൾ കുറവുകളും ഒന്നും അളക്കാൻ പോകണ്ട. സ്വർഗം, പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് പോലും അത് അളക്കാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അളക്കാൻ പോകുന്നത്? അതുകൊണ്ട് നീ ആ കാര്യമൊന്നും ഏറ്റെടുക്കണ്ട. വൈദികൻ്റെ യോഗ്യതയും കുറവുകളും കുറ്റങ്ങളും ഒന്നും നീ അളക്കാൻ പോകാതെ പരിശുദ്ധ അമ്മയോടൊപ്പം നന്ദി പറയുക. വൈദികന് ഒരു നന്ദി പറയുക. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് എന്തുമാത്രം ബലികളാണ് ഒരു വൈദികൻ നിനക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ളത്. എന്നെങ്കിലും അതിൻ്റെ പേരിൽ, ആ വൈദികൻ്റെ പേരിൽ ഒരു നന്ദി നീ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു നന്ദി പറയുക. ദൈവമേ, ഇങ്ങനെ ബലി അർപ്പിക്കാൻ ഒരു ജീവിതം ബലിയാക്കി എൻ്റെ മുമ്പിലേക്ക് അയച്ചതിന് നന്ദി എന്ന് ഒന്ന് പറയുക. അവരോട് നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒന്ന് ദൈവത്തോടെങ്കിലും പറയുക. പരിശുദ്ധ അമ്മ പോലും നന്ദി പറയുന്നത് നീ കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? നന്ദി പറയുക. ഇനി അമ്മയ്ക്ക് നന്ദിയായിട്ട് എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയും ചൊല്ലണം. വൈദികൻ കടന്നുപോയി, വൈദികൻ്റെ വസ്ത്രത്തിന് തുമ്പ് വരെയും ആൾത്താരയ്ക്ക് അപ്പുറം പോയി വൈദികൻ തിരുവസ്ത്രം മാറുന്നത് വരെയുള്ള സമയം അമ്മ വൈദികനെ തന്നെ നോക്കുകയുള്ളൂ, വേറെ ആരും ശ്രദ്ധിക്കില്ല. അതിനുശേഷം അമ്മ ജനത്തിന് നേരെ തിരിയുകയാണ്. ഇനി അമ്മ ജനത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. പക്ഷെ ജനം എല്ലാവരും അപ്പോഴും വീട്ടിൽ ചെന്നു. ഈശോ പറഞ്ഞു, ഒരാളെ ഉള്ളെങ്കിലും അമ്മ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആ ഒരാളെ അമ്മ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന അമ്മയ്ക്ക് വേണ്ടി നന്ദിയായിട്ട് നീ ചൊല്ലുക. അപ്പോൾ ഞാൻ ചോദിച്ചു, വൈദികൻ അത് ചൊല്ലുന്നുണ്ട്, അപ്പോൾ ആ കൂട്ടത്തിൽ ചൊല്ലിയാൽ മതിയോ? ബലിയർപ്പണം കഴിയുമ്പോൾ ചില വൈദികർ തന്നെ എത്രയും ദയുള്ള മാതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ ഈശോ പറഞ്ഞു, അത് വൈദികൻ അവൻ്റെ നന്ദി അമ്മയോട് പറയുന്നതാ, നീ വേറെ ഒരു നന്ദി അമ്മയ്ക്ക് പറഞ്ഞിട്ട് വയ്ക്കുമോ? അങ്ങനെ ഞാൻ വീണ്ടും ഒരു എത്രയും ദയുള്ള മാതാവ് കൂടെ വീണ്ടും ചൊല്ലി. അങ്ങനെ അപ്പോൾ ഈശോ പറയുക, മോളെ, അപ്പനും അമ്മയും സഹോദരങ്ങളും ഒരുമിച്ച് വസിക്കുന്ന ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അപ്പനും അമ്മയുമുള്ള മക്കളാ കത്തോലിക്ക സഭയിലെ മക്കള്. അപ്പൻ്റെ സ്വത്തിൻ്റെ വീതം കിട്ടുമല്ലോ എന്ന് കരുതി മാത്രം അപ്പനെ സ്നേഹിക്കുന്ന മക്കളുടെ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല.
അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ ജീവിച്ച പാരമ്പര്യമാണ് ഇന്നുവരെയും ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും അപ്പനെയും അമ്മയെയും പരിശുദ്ധ അമ്മയെയും സ്വീകരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, വിശുദ്ധരെല്ലാവരും നിൻ്റെ സഹോദരങ്ങളാണ്. ഇങ്ങനെ എങ്ങനെയൊക്കെ ജീവിക്കാമെന്നും ഇങ്ങോട്ടുള്ള വഴിയെല്ലാം നിന്നെ കാണിച്ചു തന്ന മാതൃകയായി നിൻ്റെ മുമ്പിൽ അവർ ജീവിച്ചതാണ്. അവർ നിനക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കണം. അവരുടെയൊക്കെ കൂടെയാണ് നീയും തിരുസഭയിൽ ജീവിക്കുക. അവരെല്ലാവരും എന്നും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ബലി എല്ലാ ദിവസവും നീ അർപ്പിക്കണം. ഞാൻ ചോദിച്ചു, ഈശോയെ ഇതുവരെയുള്ള ബലിയൊക്കെ അപ്പോൾ എന്തായി തീർന്നു? എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഈശോ പറഞ്ഞു, മോളെ, അജ്ഞതയുടെ കാലങ്ങൾ ദൈവം കണക്കിലെടുക്കുകയില്ലെന്ന് എഴുതിയിട്ടില്ലേ? നീ അറിയാതെ എൻ്റെ പേരൊന്ന് വിളിച്ചതുപോലും ഞാൻ ഓർക്കുന്നുണ്ട്. ബലി അർപ്പിക്കാൻ എല്ലാ ദിവസവും വരാൻ ശ്രമിക്കുക. കഴിഞ്ഞ കാലത്ത് പറ്റിയ തെറ്റുകൾക്കൊക്കെ ഈശോയോട് ക്ഷമ ചോദിച്ചാൽ മാത്രം മതി. ഇനിയുള്ള ബലികൾ ഇങ്ങനെയായിരിക്കണം നീ അർപ്പിക്കേണ്ടത്. ദൈവജനത്തോട് ഇത് നീ അറിയിക്കണം. എന്നാൽ ഈ ദിവ്യകാരുണ്യ വർഷത്തിൻ്റെ സമൃദ്ധമായ കൃപ വർഷിക്കപ്പെടുന്ന ആ കൃപയാൽ മനസ്സും ഹൃദയവും നനഞ്ഞു കുതിരുന്ന ഈ കാലഘട്ടത്തിൽ ഈ ദിവ്യകാരുണ്യ പ്രബോധനങ്ങൾ വിത്ത് പോലെയും വളം പോലെയും എല്ലാ ഹൃദയങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും എത്തിക്കുന്നതിന് ഈശോയ്ക്ക് എന്നെയും നിങ്ങളെയും ആവശ്യമുണ്ട്. അവിടുന്ന് ചോദിക്കുന്നു, ആര് എനിക്കായി പോകും? ആരെ ഞാൻ അയക്കും? ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സഹോദരങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ കാസറ്റുകൾ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അത് നിർമ്മിച്ചവരെയും അതിനായി പ്രവർത്തിച്ചവരെയും അത് പ്രചരിപ്പിക്കുന്നവരെയും അവരുടെ തലമുറകളെയും ദിവ്യകാരുണ്യ ഈശോ തൻ്റെ അമ്മയോട് ചേർന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന് ഒത്തിരി നന്ദി. ഞാനും ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കയ്യും കാലിട്ട് ഇളക്കുവോ തല ഇളക്കുവോ നാക്കിളക്കുവോ ഒന്നും ചെയ്തില്ല. അവർ പറയുക, ജലത്താൽ സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു. ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ബലിവസ്തുക്കളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും ചെറിയൊരു കുഞ്ഞിനും ഒരുപോലെ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയല്ലേ ദിവ്യകാരുണ്യത്തിനുള്ളിൽ ഞാൻ മറഞ്ഞിരിക്കുന്നത്. ഈശോ കാഴ്ചവസ്തുക്കളൊക്കെ ഒരുക്കാൻ ഒരു വശത്തേക്ക് മാറി. ആ സമയത്ത് ഒരു സെക്കൻഡ് സമയത്തേക്ക് ഒന്ന് കണ്ണടച്ചു തുറന്നു. പിന്നെയോ, നിന്റെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ ഉണ്ടാകട്ടെ, പ്രവൃത്തികൾ ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ കരങ്ങൾ ആരുടേതാണ്? ഈശോയുടെ. ഈശോയുടെ കൈകൾ നിനക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനാണോ? എനിക്ക് നിന്നോട് ചോദിക്കേണ്ടി വരും. നിന്റെ മക്കൾ എവിടെയെന്ന്, നിന്റെ സഹോദരങ്ങൾ എവിടെയെന്ന്, സ്നേഹിതർ എവിടെയെന്ന് എനിക്ക് നിന്നോട് ചോദിക്കേണ്ടി വരും. ദൈവത്തിന് നീ എന്ത് കൊടുക്കുന്നു? നിന്റെ കുഞ്ഞിനെ കൊണ്ട് എന്ത് കൊടുപ്പിക്കുന്നു? അതല്ലേ നിനക്കും തിരിച്ചു തരിക. നിന്റെ കയ്യിലുള്ളത് നിറഞ്ഞ മനസ്സോടെ ഒരു നാണയത്തുട്ടയുള്ളെങ്കിൽ നീ നിന്റെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ആ ദൈവം നിനക്ക് തിരിച്ചു തരുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്നാൽ എനിക്ക് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് നീ വായിച്ചിട്ടില്ലേ? യോഹന്നാൻ എന്താ? മാതാവേ സ്വസ്തി അംബികേ, ദൈവമാതാവേ സ്വസ്തി കന്യകേ, ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത് ദൈവപിതാവിൻ്റെ ഹൃദയത്തിലുരുവായ വിത്ത് പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ വിതച്ചു.
യോന യോന യോന, നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവേയിൽ ചെന്ന് കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി. ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. നിനിവേ മഹാരാജാവിന്റെയും അവന്റെ പ്രമുഖന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ